രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാടെ. ശക്തിയോടെ, ഹല്ലേലൂയ, സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഡിസംബർ മാസമാകുമ്പോൾ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ വന്നെത്തുന്നത്. മാത്രമല്ല 10th ഗ്രേഡ് അതുപോലെ 12th ഗ്രേഡിലൊക്കെ ആയിരിക്കുന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുപോലെ പരീക്ഷയുടെ ചൂടുകളിലേക്ക് പ്രവേശിക്കുന്നതായ മാസമാണ് ഡിസംബർ മാസം. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ, കർത്താവിനെ നന്ദി പറയുവാൻ, ദൈവസന്നിധിയിൽ സ്തോത്രം, ഒരു നന്മയ്ക്കായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്കായി കർത്താവിൻ്റെ തിരുമുഖം തേടുവാനൊക്കെ ദൈവം നൽകിയതായ നല്ല സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്കായി, വ്യക്തികൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവകൃപയാൽ നന്മയുടെ ഒരു സ്ഥാനമാറ്റം, ഞാൻ ആവർത്തിക്കുന്നു, നന്മയുടെ ഒരു സ്ഥാനമാറ്റം ഈ മണിക്കൂറുകളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് ഈ ലിങ്ക് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ ഷെയർ ചെയ്താട്ടെ. സ്തോത്രം. അവരെ വിളിച്ചറിയിച്ചാട്ടെ, അവർക്ക് മെസ്സേജ് അയച്ചാട്ടെ. ഹല്ലേലൂയ. നന്മയുടെ ഒരു സ്ഥാനമാറ്റം കർത്താവ് സ്തോത്രം അവർക്കായി ദൈവത്തിൻ്റെ കൃപയാൽ പകരുവാൻ വേണ്ടി പോകുന്നു. ധൈര്യത്തോടെ ദൈവകൃപയാൽ ഈ ഹാളിൽ കടന്നു വന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. ആ സഹോദരി സഹോദരന്മാർക്ക് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ വിലയേറിയ സ്തോത്രം സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇതൊരു പദവിയായി, ഇതൊരു സ്തോത്രം, അതേ പ്രിവിലേജായി ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം കണക്കാക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വരുന്ന തിങ്കളാഴ്ച മുതൽ പല ദൈവദാസന്മാർ നാഷണലി ഇൻ്റർനാഷണലി നമ്മോടൊപ്പം ദൈവത്തിൻ്റെ കൃപയാൽ ജോയിൻ ചെയ്യുകയാണ്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഉണർവിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന പല പ്രിയപ്പെട്ടവരും നമുക്കായി കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം ജോയിൻ ചെയ്യുന്നു. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ ദിവസങ്ങളായിരിക്കാൻ തക്കണം കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സന്തോഷമുള്ള എല്ലാവരും, മാസ്ക് ഇട്ടവരും ഇടാത്തവരും എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. മാസ്ക് ഇട്ടവർ സ്തോത്രം ഉച്ചത്തിൽ പറഞ്ഞാലേ എനിക്ക് കേൾക്കത്തുള്ളൂ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം വസിക്കുന്നത് ശവപ്പറമ്പിലല്ല, ദൈവം വസിക്കുന്നത് സ്തുതികളുടെ മധ്യത്തിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. ദൈവം വസിക്കുന്നത് സ്തുതികളുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഏറിയ പ്രതീക്ഷയോടെ ആയിരിക്കാൻ തക്കോണം കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. എന്നാൽ ജീവനുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. നന്മയ്ക്കായിട്ടുള്ള ഒരു സ്ഥാന മാറ്റം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. നന്മയ്ക്കായ സ്ഥാനമാറ്റം. ഈ വർഷത്തിൻ്റെ അവസാനം നന്മയ്ക്കായ സ്ഥാനമാറ്റം, ഒരു ഗാളി പ്രമോഷൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് നൽകാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടായിരിക്കാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. Acts of Apostles chapter 13, first 3 verses and followed by Acts of Apostle first chapter. The verses 4. അപ്പോസ്തല പ്രവൃത്തി 1-4 വായിക്കുന്നതിന് മുൻപ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ മൂന്നാമതൊരിക്കൽ കൂടെ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനേക്കാരനായ ലുക്കിയാസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന് മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. 3-ാം വാക്യം. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 3-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എവിടെ? അങ്ങനെ അവൻ അവരുമായി, യേശു കർത്താവ് ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 2 പട്ടണങ്ങളെ കുറിച്ചാണ് ഈ 2 വേദഭാഗങ്ങളിൽ നമ്മൾ വായിച്ചത്.
അപ്പോസ്തല പ്രവൃത്തി 1:4 യെരൂശലേമിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ അന്തോക്കിയെക്കുറിച്ച് പറയുന്നു. ഒന്ന് യെരൂശലേമിനെ കുറിച്ച്, മറ്റൊന്ന് അന്തോക്കിയെക്കുറിച്ച്. ജോഗ്രഫിക്കലി, ഭൂമിശാസ്ത്രപരമായി, ഭൗതികമായി ഒക്കെ രണ്ട് പട്ടണങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഇന്ന് രാത്രി ആത്മീയമായി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ചലനത്തിനായി കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഒരുങ്ങാം. സ്തോത്രം. ഒന്ന് യെരൂശലേം, മറ്റൊന്ന് അന്തോക്കിയ. ദൈവം കയ്യും കെട്ടി വെറുതെ ഇരിക്കുന്നവനല്ല, ദൈവം ചലിക്കുന്നവനാണ്. ചരിത്രങ്ങളിൽ ദൈവം ചലിച്ചതായി വേദപുസ്തകം പറയുന്നു. രാജ്യങ്ങളിൽ ദൈവം ചലിച്ചതായി സഭാ ചരിത്രം പറയുന്നു. കുടുംബങ്ങളിൽ ദൈവം ചലിച്ചു, വ്യക്തികളിൽ ദൈവം ചലിച്ചു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചലിച്ചത് കൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയും നിങ്ങൾ കടന്നു വന്നത്. ദൈവം മരിച്ചു മൺമറഞ്ഞിരിക്കുന്നവനല്ല, ഇന്ന് രാത്രിയിലും ദൈവം ചലിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ചലനത്തിൽ ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചവർക്കായി സ്തോത്രം. ആ സെൻറ്റൻസ് ഞാൻ ആവർത്തിക്കട്ടെ. ദൈവത്തിൻ്റെ ചലനത്തിൽ ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചു എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു ഉണർവിൻ്റെ ജീവിതം തന്നെയായിരിക്കും. ധാരാളം ഉണർവുകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഉണർവിൻ്റെ നിർവചനം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ചലനമാണ് ദൈവിക ഉണർവ്. ഒരിക്കൽ കൂടെ, ദൈവിക ചലനമാണ് ദൈവത്തിൻ്റെ ഉണർവ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കാറ്റിൽ ജീവിക്കുന്ന അതാണ് ദൈവത്തിൻ്റെ ഉണർവ്. ദൈവത്തിൻ്റെ നദിയിൽ ഒഴുകപ്പെടുന്നതാണ് ദൈവിക ഉണർവ് എന്ന് പറയുന്നത്. ചരിത്രങ്ങളിൽ ദൈവം ചലിക്കുന്നു, രാജ്യങ്ങളിൽ ദൈവം ചലിക്കുന്നു. ഈ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ചലിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ ഒരു യഹൂദൻ അല്ല അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. സ്തോത്ര. വേദപുസ്തകത്തിൽ 40 എഴുത്തുകാരാണ് എഴുതിയത്. 39 പേരും യഹൂദന്മാരാണ്. ഒരിക്കൽ കൂടെ, 40 എഴുത്തുകാരാൽ വിവിധ കാലയളവിൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകം. 40 എഴുത്തുകാർ, 39 പേരും യഹൂദന്മാരാണ്. യഹൂദന്മാരെ നിഷേധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിങ്ങൾ കയറി പറ്റുന്നു എങ്കിൽ, യഹൂദന്മാരെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും സ്വർഗത്തിൽ കയറി പറ്റുന്നു എങ്കിൽ നിങ്ങൾ നന്നായി സ്വർഗത്തിൽ കഷ്ടപ്പെടുവാൻ വേണ്ടി പോകുന്നു. കാരണം വേദപുസ്തകം എഴുതിയ 40 പേരിൽ 39 പേരും യഹൂദന്മാരാണ്. സ്തോത്രം. മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തുവും യഹൂദനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. അതെ, 39 പേരും യഹൂദന്മാരാണ്. പ്രവാചകന്മാരായി, സ്തോത്രം, അതെ, പുരോഹിതന്മാരായി, പുരോഹിതന്മാരുടെ മക്കളായി ഒക്കെ വേദപുസ്തകം എഴുതിയവരുണ്ട്. സ്തോത്രം. രാജാവായി വേദപുസ്തകം എഴുതിയവരുണ്ട്. കൃഷിക്കാരായി വേദപുസ്തകം എഴുതിയവരെ നമുക്ക് കാണുന്നു. ചുങ്കക്കാരായി, സ്തോത്രം, അപ്പോസ്തലന്മാരായി ഒക്കെ അനേകർ വേദപുസ്തകം എഴുതിയതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നതൊക്കെ കഴിയുന്നു. പ്രവാചകന്മാരായി എഴുതിയത് ഓഫ്കോഴ്സ് മോശ ദൈവത്തിൻ്റെ കൃപയാൽ പ്രവാചകൻ ആയിരുന്നല്ലോ. ദാവീദായി രാജാവായി എഴുതിയത് ദാവീദ് ദൈവത്തിൻ്റെ കൃപയാൽ, സ്തോത്രം, അതെ, രാജാവായിരുന്നല്ലോ. അതുപോലെ ശലോമോനും സദൃശവാക്യങ്ങൾ, ചില സങ്കീർത്തനങ്ങൾ, സഭാപ്രസംഗി ഒക്കെ എഴുതിയതായ ശലോമോനും ദൈവകൃപയാൽ രാജാവ് ആയിരുന്നല്ലോ. കൃഷിക്കാരനെന്ന് പറഞ്ഞാൽ പ്രവാസകാലത്ത് ആമോസ് എന്ന് പറയുന്നവൻ ഒരു കൃഷിക്കാരനായിരുന്നല്ലോ. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചുങ്കക്കാരനായ മത്തായിയാണ് ഒന്നാമത്തെ, സ്തോത്രം, അതെ, പുസ്തകമാകുന്ന മത്തായി വിശേഷം എഴുതിയത്. അപ്പോസ്തലന്മാർ എഴുതിയെന്ന് പറഞ്ഞാൽ 13 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുകയുണ്ടായി. സ്തോത്രം. യോഹന്നാൻ എഴുതിയതായ 1, 2, 3 ലേഖനങ്ങളും അതുപോലെ വെളിപ്പാട് പുസ്തകവും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. 1 പത്രോസും 2 പത്രോസും മീൻപിടുത്തക്കാരനായ പത്രോസ് എഴുതിയതാണ്, മറക്കരുത്. അവനൊരു, സ്തോത്രം, അപ്പോസ്തലനാണ്. യാക്കോബ് എന്ന് പറയുന്നവൻ, അവനും, സ്തോത്രം, ഒരു അപ്പോസ്തലനായിരുന്നു. എന്നാൽ ലൂക്കോസ് വിശേഷവും അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയത് അതൊരു പുരോഹിതനല്ല, അവനൊരു രാജാവല്ല, അവനൊരു അപ്പോസ്തലനല്ല, അവനൊരു പ്രവാചകനല്ല, വീണ്ടും അവനൊരു യഹൂദനല്ല. അവൻ, സ്തോത്രം, ഒരു, അതെ, ഡോക്ടറായിരുന്നു, ഒരു വൈദ്യനായ ലൂക്കോസ് ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തിയും, സ്തോത്രം, അതെ, ലൂക്കോസ് വിശേഷവും എഴുതിയത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു ഡോക്ടറായ, സ്തോത്രം, അതെ, ലൂക്കോസ് ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തിയും അതുപോലെ, സ്തോത്രം, ലൂക്കോസ് വിശേഷവും എഴുതിയത്. അർത്ഥം ഞാൻ ദൈവകൃപയാൽ പറയട്ടെ, ദൈവത്തിന് ആരെയും ഉപയോഗിപ്പാൻ തക്കണം
തക്കവണ്ണം കഴിയും. ദൈവത്തിന് ഡോക്ടേഴ്സിന് ഉപയോഗിക്കാൻ കഴിയും, പ്രവാചകന്മാരെ ഉപയോഗിക്കാൻ കഴിയും, ദൈവത്തിന് ടാക്സ് കളക്ടേഴ്സിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. സോ ഈ കാലഘട്ടത്തിനും ജീവിതത്തിൽ സ്തോത്രം സമൂഹത്തിൽ ഏത് തുറയിൽ എവിടെ നിന്നാലും ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ തക്കവണ്ണം കഴിയും. ദൈവം സർവവല്ലഭനാണ്. സർവവല്ലഭനായ കർത്താവിന് വിശ്വസിക്കുന്ന, ഏൽപ്പിക്കുന്ന, സബ്മിറ്റ് ചെയ്യുന്ന, ഞാനിങ്ങനെ പറയട്ടെ വീണ്ടും, ഏൽപ്പിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ തക്കവണ്ണം കഴിയും. ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, എന്നെ ഉപയോഗിക്കും കർത്താവേ. വീണ്ടും, എന്നെ ഉപയോഗിക്കും കർത്താവേ. സ്തോത്രം. 2 ചരിത്രങ്ങളാണ് ലൂക്കോസ് എഴുതിയത്. ഒന്നാമത്തെ ചരിത്രം സ്തോത്രം ലൂക്കോസ് സുവിശേഷം, രണ്ടാമത്തെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി. അതെ, 2 ഹിസ്റ്ററി ആണ് എഴുതിയത്. ഹിസ്റ്ററി, 2 ചരിത്രം, 2 ഹിസ്റ്ററി ആണ് എഴുതിയത്. ഹേ, വാട്ട് ഡു യു മീൻ ബൈ ഹിസ്റ്ററി? ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ് സ്റ്റോറി, അവൻ്റെ ചരിത്രം, കർത്താവ് ചലിക്കുന്ന ചരിത്രം, അതാണ് ചരിത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, കർത്താവ് ജീവിതത്തിൽ ചലിക്കുന്ന ചരിത്രം, അതാണ് ചരിത്രമെന്ന് പറയുന്നത്. സ്തോത്രം. ലൂക്കോസ് വിശേഷത്തിൻ്റെ പ്രത്യേകത, യേശു സ്തോത്രം കാണാതെ പോയതിനെ തേടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതാണ് ലൂക്കോസ് വിശേഷം. സ്തോത്രം. ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം 10 അങ്ങനെ പറയുന്നു. ലൂക്കോസ് 19:10 വായിക്കുമ്പോൾ, കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാനല്ലോ ആര് വന്നത്? പറഞ്ഞാട്ടെ, മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസ് വിശേഷത്തിൽ യേശു കർത്താവ് സ്തോത്രം, അതെ, മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മനുഷ്യപുത്രനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അത് 1-ാം ചരിത്രം. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്കും മനുഷ്യപുത്രനായി കടന്നു വന്നു. എന്തുകൊണ്ട് അവൻ മനുഷ്യപുത്രനായി കടന്നു വന്നു? മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി തീരേണ്ടതിന് വേണ്ടി. അതെ, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യപുത്രനായി കടന്നു വന്നു. വീണ്ടും, ദൈവത്തിൻ്റെ പുത്രൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപുത്രനായി കടന്നു വന്നത് മനുഷ്യപുത്രരായ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആയി തീരേണ്ടതിന് വേണ്ടി. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാടെ. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവം, സ്തോത്രം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതാണ് 1-ാമത്തെ ചരിത്രം, ലൂക്കോസ് സുവിശേഷം. ലൂക്കോസ് എഴുതിയതായ 1-ാമത്തെ ചരിത്രം, ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്നു. കാണാതെ പോയതിനെ തേടി മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ 2-ാമത്തെ ചരിത്രമായി ലൂക്കോസ് സുവിശേഷം ലൂക്കോസ് എഴുതിയ 2-ാമത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. 1-ാമത്തെ ചരിത്രം, യേശു മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന 1-ാമത്തെ ചരിത്രം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തു ചെയ്യുന്നു? നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതം മാറുന്നു. സ്തോത്രം. അതെ, നരസ്നേഹികൾ, നരഭോജികൾ, നരഭോജികൾ, നരസ്നേഹികൾ ആയിത്തീരുന്നു. സ്തോത്രം. കൊങ്കോ തുടങ്ങിയതായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ, കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കേട്ടതായ സ്തോത്രം, സൗത്ത് പസഫിക്കിൻ്റെ ഐലൻഡ്സിൽ നിങ്ങൾ നോക്കിയാൽ കാനിബാൾസ്, മനുഷ്യനെ കൊന്ന് തിന്നുന്നവർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നവിടെ ധാരാളം 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 ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് സഭകൾ തന്നെ ഉണ്ടായിരിക്കുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ തന്നെ വന്നിരിക്കുന്നു. മനുഷ്യനെ പോലെ സ്നേഹിപ്പാൻ പറ്റുന്നതായ തരത്തിൽ തക്കവണ്ണം സ്തോത്രം അവിടെ മാറ്റം ഉണ്ടായത് അവരിലേക്ക് രാഷ്ട്രീയക്കാർ പോയത് കൊണ്ടല്ല, അവർക്ക് കുറച്ച് പൈസ വന്നത് കൊണ്ടല്ല, പകരം കർത്താവ് അവരിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുന്നത് കുറച്ച് പൈസ കിട്ടുമ്പോഴോ വിസ കിട്ടുമ്പോഴോ ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴോ അല്ല, പകരം ആർക്കും മാറ്റുവാൻ കഴിയാത്തവനെ സ്തോത്രം മാറ്റുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. യേശു കർത്താവിന് മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിന് മാറ്റുവാൻ കഴിയാത്തതായ വ്യക്തികൾ ഇല്ല, കർത്താവിന് മാറ്റുവാൻ കഴിയാത്ത സാഹചര്യങ്ങളില്ല. നിങ്ങൾ മൗനമായിരുന്നാലും ഞാൻ പറയട്ടെ, യേശുവിന് മാറ്റുവാൻ കഴിയാത്ത പർവ്വതങ്ങൾ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയത്തില്ല, പരിഹരിപ്പാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഏത് സാഹചര്യത്തെയും ഹല്ലേലൂയ, നാളെയല്ല, അടുത്ത മാസമല്ല, ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയാൽ മാറ്റുവാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുന്നവരെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യേസ്, ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നവനാണ്. സോ യേശു സ്തോത്രം മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്നത് 1-ാമത്തെ ചരിത്രം. 2-ാമത്തെ ചരിത്രം, പരിശുദ്ധ ആത്മാ
പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കടന്നു വന്നതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കടന്നു വന്ന ചരിത്രമാണ് ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തി. ലൂക്കോസ് തന്നെ എഴുതിയതായ രണ്ടാം ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. മനുഷ്യരിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് കടന്നു വന്നു. എന്തിനു വേണ്ടിയാണ് മനുഷ്യരിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നത്? പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ വന്നത് അവരിലൂടെ മറ്റുള്ളവർ മാറുവാൻ വേണ്ടിയാണ്. അവരിലൂടെ മറ്റുള്ളവർ മാറുവാൻ. എന്നിലൂടെ നിങ്ങളായിരിക്കാം, നിങ്ങളിലൂടെ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീർന്ന്, നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി തീർന്ന് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ, മറ്റുള്ളവർക്ക് നന്മയുടെ മാറ്റം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് സ്തോത്രം നിങ്ങളുടെ മേൽ കടന്നു വന്നിരിക്കുന്നു. ഒന്ന്, ലൂക്കോസ് വിശേഷം, യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ മാറുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളിലൂടെ പട്ടണം മാറുന്നു, നിങ്ങളുടെ രാജ്യങ്ങൾ മാറുന്നു, നിങ്ങളുടെ ദേശങ്ങൾ മാറുന്നു, നിങ്ങളുടെ ആത്മാക്കൾ മാറുന്നു. രണ്ട് ചരിത്രം. ഒന്ന്, യേശു നിങ്ങളിൽ വരുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുന്നു. യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ മാറുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിലൂടെ മറ്റുള്ളവർ മാറുന്നു. ഈ സ്തോത്രം അതേ ചരിത്രം മാത്രമേ ലൂക്കോസ് എഴുതിയത്. ലൂക്കോസ് സ്തോത്രം ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടെ അവനിതാ സ്തോത്രം ചരിത്രം എഴുതുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, മിക്കവാറും നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഈ ചരിത്രം സ്തോത്രം ഇങ്ങനെ എഴുതി വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വരെയും ഒരു പട്ടണത്തെ കേന്ദ്രീകരിച്ചാണ് വേദപുസ്തകം മിക്കവാറും കിടക്കുന്നത്. ഒരു പട്ടണത്തെ, ഒരേ ഒരു ജനതയെ കേന്ദ്രീകരിച്ചാണ് സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം വരെയും വേദപുസ്തകം കിടക്കുന്നത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സ്തോത്രം ആ പട്ടണത്തിന്റെ പേരാണ് യെരുശലേം. യെരുശലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ പട്ടണം. സ്തോത്രം അതെ, സമാധാനത്തിന്റെ പട്ടണം. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു സ്ഥലമായിരുന്നു യെരുശലേം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ പുസ്തകം തന്നെ 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ശാലേം രാജാവായ മൽക്കീശേദെക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ശാലേം രാജാവായ മൽക്കീശേദെക്ക്, സ്തോത്രം, മൽക്കീശേദെക്ക് ശാലേം പുരിയുടെ രാജാവായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിക്കുന്നത്. ശാലേം പുരിയുടെ രാജാവായ മൽക്കീശേദെക്ക് ആരാണ്? മൽക്കീശേദെക്ക് യഹോവയുടെ ദൈവത്തിന്റെ പ്രവാചകനാണ്. അവന് ആരംഭമില്ല, അവന് അവസാനമില്ല. അവൻ ദൈവപുത്രന് തത്തുല്യനായി തന്നെ തുടരുന്നു എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. അഹരോന്യ ക്രമത്തിലുള്ള പുരോഹിതനല്ല കർത്താവ് യേശു. കാരണം അഹരോൻ ജനിച്ചു, അഹരോന് ആരംഭമുണ്ട്, അഹരോൻ മരിച്ചു, അവനൊരു അവസാനമുണ്ട്. സ്തോത്രം, അഹരോന് ആരംഭമുണ്ട്, അഹരോന് അവസാനമുണ്ട്. എന്നാൽ ദൈവപുത്രനായ ഉയർത്തെഴുന്നേറ്റ യേശുവിന് അവന് ആരംഭമില്ല, അവന് അവസാനമില്ല. അവൻ എൻ്റെ ആൽഫയാണ്, അവൻ എൻ്റെ ഒമേഗയാണ്. ഹല്ലേലൂയ. അവൻ ഇത്രയേ ഉള്ളൂ എന്ന് ആർക്കും പറഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. അവൻ ഇത്രയേ ഉള്ളൂ എന്ന് ആർക്കും അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. അർത്ഥം, നീ ഇത്രയേ ആകത്തുള്ളൂ എന്ന് ആർക്കും നിങ്ങളെ അളന്ന് നിർത്താൻ തക്കോണം കഴിയത്തില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയിലാണ്, അതേ ദൈവകൃപയാൽ നീ ആയിരിക്കുന്നത്, ക്രിസ്തുവിലാണ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതായ വാട്സപ്പ് മെസ്സേജ് പോലെ നീ ഇത്രയേ ഉള്ളൂ എന്ന് ആർക്കും പരിധി പറവാൻ തക്കോണം കഴിയത്തില്ല. അടുത്ത നാളിൽ നീ എവിടെ എത്തുമെന്ന് ആർക്കും അറിയത്തില്ല. അടുത്ത മാസങ്ങളിൽ, വർഷങ്ങളിൽ ദൈവം നിങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് ഒരു കോവിഡിനും ഒരു കൊറോണയ്ക്കും നിങ്ങളെ തടയുവാൻ തക്കോണം കഴിയത്തില്ല. ഒരു മനുഷ്യനും ഒരു സയൻസിനും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് നേരെ സ്തോത്രം അളവിടുവാൻ തക്കോണം കഴിയത്തില്ല. കാരണം ദൈവം അളവുകൾക്ക് അതീതനാണ്, ദൈവം പരിധി ഇല്ലാത്തവനാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, എനിക്ക് അതിരുകളില്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, എനിക്ക് അളവുകളില്ല. എന്തെങ്കിലും അളവുകൾ നിങ്ങൾ പറയുന്നെങ്കിൽ ഇന്ന് രാത്രി അളവുകളെ ഒന്ന് പൊളിച്ചു കളഞ്ഞാട്ടെ. എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇതിന് കൊള്ളത്തില്ല, എന്നെ കൊണ്ട് മറ്റേന് കഴിയത്തില്ല. നോ 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 നോ. ഇന്ന് പകൽ സ്തോത്രം, ഇന്ന് രാത്രി അത് ഇന്ത്യയിൽ രാത്രിയാണല്ലോ, അമേരിക്കയിൽ പകലാണല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇന്ത്യയെ നോക്കി ഞാൻ പറയട്ടെ, സ്തോത്രം, ഇന്ന് രാത്രി അതേ സ്തോത്രം പരിധികളെ പൊളിച്ചു കളഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ പറയട്ടെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. കാരണം എൻ്റെ ദൈവത്തിന് പരിധിയില്ലാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിനും പരിധി
പരിധിയില്ല. അവൻ അളവുകൾക്ക് അതീതൻ തന്നെയാണ്. അവൻ പരിധി ഇല്ലാത്തവൻ തന്നെയാണ്. അതേ, സ്തോത്രം. അങ്ങനെ ഒരൊറ്റ ജനതയെക്കുറിച്ച്, ഒരു പട്ടണത്തെ കേന്ദ്രീകരിച്ചായിരുന്നു വേദപുസ്തകത്തിൻ്റെ 100 കണക്കിന് പേജുകൾ, അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് യെരൂശലേം. അത് സമാധാനത്തിൻ്റെ പട്ടണമത്രേ. സ്തോത്രം. അതേ, ഉൽപ്പത്തി പുസ്തകത്തിൽ മൽക്കീഷേദക്കിനെ അബ്രഹാം കണ്ടുമുട്ടുന്നത് യെരൂശലേമിൻ്റെ പ്രാന്തപ്രദേശത്ത് വച്ചാണ്. എന്താണ് യെരൂശലേമിൻ്റെ പ്രത്യേകത? ന്യൂയോർക്കിനും ലോസ് ഏഞ്ചൽസിനും സിംഗപ്പൂരിനും സ്തോത്രം, അതേ, ടോക്കിയോയ്ക്കും ഡർബനും സ്തോത്രം, തിരുവനന്തപുരത്തിനും ഒന്നുമില്ലാത്ത പട്ടണം, ഒന്നുമില്ലാത്തതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്പർ 1, ജോഗ്രഫിക്കലി നിങ്ങൾ നോക്കുമ്പോൾ യെരൂശലേം ലോകത്തിൻ്റെ സെൻറ്റർ എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ലോകത്തിൻ്റെ മധ്യമാണ് യെരൂശലേം. ലോകത്തിൻ്റെ മധ്യമാണ് യെരൂശലേം. അത് എത്രയോ സ്തോത്രം, അതേ, രോമാഞ്ചകരമായ കാര്യമാണ്. യേശു കർത്താവ് ജനിച്ചത് യെരൂശലേമിന് തൊട്ടടുത്ത ബേത്ലഹേമിലാണ്. യേശു കർത്താവ് മരിച്ചതും യെരൂശലേമിലാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്നതും അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും ഏതോ ലോകത്തിൻ്റെ കോണിലല്ല. കോണിലായിരുന്നെങ്കിൽ അവനെ ഒതുക്കാമായിരുന്നു. എന്നാൽ ഒരു നിയമത്തിനും ഒരു ഗവൺമെന്റിനും എൻ്റെ കർത്താവിനെ ഒതുക്കുവാൻ കഴിയത്തില്ല. അവൻ ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അർത്ഥം യെരൂശലേം ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. യെരൂശലേം ലോകത്തിൻ്റെ പറഞ്ഞാട്ട് എന്താണ്? കേന്ദ്ര ബിന്ദുവാണ്, ഒറിജിനാണ്. സ്തോത്രം. ഒരു കോമ്പസ് ആരെങ്കിലും എൻ്റെ കയ്യിൽ തന്നാൽ, ഒരു കോമ്പസ് എൻ്റെ കയ്യിൽ തന്നിട്ട്, അതേ, സ്തോത്രം, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും എല്ലാ ദ്വീപുകളെയും ഒരുമിച്ച് ഒതുക്കിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കണമെന്ന് പറഞ്ഞാൽ, അതേ, സ്തോത്രം, ഒരറ്റം കൊണ്ട് വൃത്തം വരയ്ക്കുമ്പോൾ ലോകത്തെ മുഴുവൻ സ്തോത്രം ഉൾക്കൊള്ളുന്നതായി വൃത്തം അത് വരച്ചാൽ ആ കോമ്പസിന്റെ അതിൻ്റെ സ്തോത്രം, അതേ, മറ്റേ അറ്റം എവിടെയായിരിക്കും? അത് കേന്ദ്ര ബിന്ദുവിലായിരിക്കും. അത് എടുത്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും യെരൂശലേം ലോകത്തിലെ സകല രാജ്യങ്ങളെയും സകല ദ്വീപുകളെയും ഉൾക്കൊള്ളുന്ന കേന്ദ്ര ബിന്ദുവാണ് ഈ യെരൂശലേം. യേശു കർത്താവിനെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ക്രിസ്ത്യാനിത്വത്തെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്, സ്തോത്രം, മനുഷ്യർ എഴുന്നേറ്റിട്ടുണ്ട്, ഇസങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, ദൈവ സഭയെ ഒതുക്കുവാൻ ദൈവകൃപയാൽ, ഹല്ലേലൂയ, വളരെ താഴ്മയോടെ പറയട്ടെ, കർത്താവിനെയും കർത്താവിൻ്റെ ജനത്തെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തേയില്ല. ഹല്ലേലൂയ. അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പക്ഷേ 1950കളിലോ 60കളിലോ ആണ് ഇത് നടക്കുന്നത്. സ്തോത്രം. അതെ, ഡോക്ടർ ബില്ലി ഗ്രഹാമിന് വലിയ ആഗ്രഹമായിരുന്നു അയൺ കർട്ടൻ എന്നറിയപ്പെടുന്നതായ സ്തോത്രം, അതെ, USSRൽ പോയി തനിക്ക് സുവിശേഷം പറയണമെന്ന്. റഷ്യയിൽ പോയി, ഇന്നത്തെ റഷ്യയിൽ പോയി, മോസ്കോയിൽ പോയി സുവിശേഷം പറയണമെന്ന് അദ്ദേഹം പ്രത്യേകമായി ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ, എനിക്ക് മോസ്കോയിൽ പ്രസംഗിക്കണം, എനിക്ക് മോസ്കോയിൽ പ്രസംഗിക്കണം. അദ്ദേഹം സ്തോത്രം, അതിൻ്റെ അനുമതിക്ക് വേണ്ടി അതെ മോസ്കോയിൽ കടന്നു വന്നു. അന്നത്തെ ഭരണ സംവിധാനങ്ങളും അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞു, നോ, നീ അമേരിക്കക്കാരൻ, നിന്റെ യേശുവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ സ്തോത്രം നിരുത്സാഹപ്പെടുത്തി. അവരുടെ ഓഫീസിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. എന്നാൽ സ്തോത്രം, അതേ, ബില്ലി ഗ്രഹാം പിന്മാറുവാൻ അദ്ദേഹം സ്തോത്രം തയ്യാറായില്ല. ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതാണ്? ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം ഏതാണ്? അദ്ദേഹത്തിന് ആ സ്തോത്രം ഒരു പ്രത്യേക വ്യക്തി മോസ്കോയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സ്റ്റേഡിയത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ബില്ലി ഗ്രഹാം കടന്നുപോയി. അവിടെ താൻ ഇരുന്നു, വെറുതെ ഇരിക്കുകയല്ല, അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു, ഇതാണ് എൻ്റെ സ്ഥലം കർത്താവ്. ഈ സ്റ്റേഡിയത്ത് ഞാൻ എനിക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത്, അങ്ങയ്ക്ക് വേണ്ടി ചോദിക്കുന്നു, അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചോദിക്കുന്നു. ഈ സ്റ്റേഡിയത്ത് എൻ്റെ കുട്ടി ദൈവത്തെയല്ല, എൻ്റെ കുഞ്ഞു ദൈവത്തെയല്ല, വലിയ ദൈവത്തെ ഈ സ്റ്റേഡിയത്ത് എനിക്ക് ഉയർത്തേണം. എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, അങ്ങക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ മണിക്കൂറുകൾ ചോദിച്ചാട്ടെ, നമ്മുടെ ഗ്ലാമറിനല്ല, കർത്താവിന് വേണ്ടി. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല? കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ ദിവസങ്ങളിൽ ചോദിച്ചാട്ടെ. ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി പ്രവർത്തിക്കുന്നവനാണ് ദൈവം. എത്ര പേർ ആമേൻ പറഞ്ഞു? ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തപരമായി പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ആദ്യം നോ എന്ന് പറഞ്ഞവർ സ്തോത്രം, ആ സ്റ്റേഡിയത്തിൽ അദ്ദേഹം വന്നിരുന്ന് വിവിധ വശങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അമേരിക്കയ്ക്ക് കടന്നുപോയി. ആഴ്ചകൾ ചിലത് കഴിഞ്ഞപ്പോൾ അതേ അതോറിറ്റീസ് തന്നെ, അതേ അധികാരികൾ തന്നെ ബില്ലി ഗ്രഹാമിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ദയവായി കടന്നു വന്നാട്ടെ, നിങ്ങളുടെ സുവിശേഷം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ജനത്തിൽ മാനസിക രോഗികൾ ഒത്തിരി പെരുകുന്നു, ഞങ്ങളുടെ സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ പെരുകുന്നു, ദയവായി കടന്നു വന്നാട്ടെ
USSRന്റെ സാക്ഷാൽ USSRന്റെ അതേ ഗസ്റ്റായിട്ട്, സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് ഡോക്ടർ ബില്ലി ഗ്രഹാം എന്ന ദൈവത്തിൻ്റെ ദാസൻ ആ പട്ടണത്തിൽ ഇറങ്ങിയുണ്ടായി. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ പിൻപിൽ നിന്നിട്ട് നല്ല ഗാനങ്ങൾ അതേ ബ്യൂഗിളിൽ വായിക്കുവാൻ, ക്ലാരിനെറ്റിൽ വായിക്കുവാൻ, ബ്യൂഗിളിൽ വായിപ്പാൻ സ്തോത്രം കുറച്ചു പേർ അണിനിന്നു. അവർ ഇപ്രകാരം വായിക്കുകയാണ്, ഇപ്രകാരം പാടുകയാണ്: ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി hallelujah, his troop is marching on, his troop is marching on. സാക്ഷാൽ USSRന്റെ പട്ടാളക്കാർ അവിടെ യൂണിഫോമിൽ നിന്ന്, അവിടെ ബ്യൂഗിളിൽ, അവിടെ ട്രംപറ്റിൽ, അവിടെ ക്ലാർനെറ്റിൽ അവർ സ്തോത്രം അതേ ബില്ലി ഗ്രഹാമിന് വേണ്ടി അവർ വാടുകയാണ്. കർത്താവിൻ്റെ ട്രൂപ്പ് മാർച്ച് ചെയ്യുന്നു, കർത്താവിൻ്റെ ട്രൂപ്പ് മുന്നോട്ട് മാർച്ച് ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയിൽ ആശ്രയിച്ചാട്ടെ, ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചാട്ടെ. ഒരുവനും ഒരിടത്തും നിങ്ങളെ ഒതുക്കുവാൻ കഴിയത്തേയില്ല. ഒരു ഭൂതത്തിനും ഒരു ശക്തിക്കും നിങ്ങളെ ഒതുക്കുവാൻ കഴിയത്തില്ല. വായ് കമാൻ ശബ്ദമുയർത്തി യെസ് യെസ് ഹല്ലേലൂയ. കാരണം കല്ലറയിൽ പോലും ഒതുങ്ങാത്തവനാണ് കർത്താവ്, കല്ലറയിൽ പോലും ഒതുങ്ങാത്തവനാണ് കർത്താവ്. ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് യെരുശലേമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, ഇന്ത്യൻ ചർച്ചിന്റെ കേന്ദ്ര ബിന്ദുവായി, ലോകസഭയുടെ കേന്ദ്ര ബിന്ദുവായി, ഏഷ്യൻ ചർച്ചിന്റെ കേന്ദ്ര ബിന്ദുവായി ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ശ്രദ്ധാ കേന്ദ്രങ്ങളായി എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ട്? കേന്ദ്ര ബിന്ദുവായി, ശ്രദ്ധാ കേന്ദ്രങ്ങളായി ചിലരെ കർത്താവ് ഈ മണിക്കൂറുകൾ സ്പർശിക്കട്ടെ, ചിലരെ ദൈവം തിരഞ്ഞെടുക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ ആരൊക്കെയോ തഴഞ്ഞു കാണും, നിനക്കെതിരെ ആരൊക്കെയോ പറഞ്ഞു കാണും, നിന്നെ ആരൊക്കെയോ പുറം കൈ കൊണ്ട് തട്ടി മാറ്റി കാണും. പക്ഷെ ഇന്ന് രാത്രി ഈ ദൂതിന്റെ തലക്കെട്ട് വീണ്ടും ഞാൻ പറയട്ടെ, നന്മയ്ക്കായി ഒരു സ്ഥാനം മാറ്റ്, നന്മയ്ക്കായി ഒരു സ്ഥാനമാറ്റ്. ശബ്ദമുയർത്തി പറ, നന്മയ്ക്കായി ഒരു സ്ഥാനമാറ്റ്, നന്മയ്ക്കായി ഒരു സ്ഥാനമാറ്റ്, നന്മയ്ക്കായി. ഐസക്, നന്മയ്ക്കായി ഒരു സ്ഥാനമാറ്റ്. ഓ ജോയ് ബ്രദർ, നന്മയ്ക്കായി ഒരു സ്ഥാനമാറ്റ്, നന്മയ്ക്കായി ഒരു സ്ഥാനമാറ്റ്. രജിത്ത്, നന്മയ്ക്കായി ഒരു സ്ഥാനമാറ്റ്. ആർക്കും നിങ്ങളെ മാറ്റി നിർത്തുവാൻ കഴിയാത്ത, ആർക്കും നിങ്ങൾക്ക് ഒതുക്കി നിർത്തുവാൻ കഴിയാത്ത, നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത നന്മയ്ക്കായ ഒരു സ്ഥാനമാറ്റ്. കാരണം യെരുശലേം അതൊരു കുറഞ്ഞ സ്ഥലമല്ല. സ്തോത്രം, അതൊരു കേന്ദ്ര ബിന്ദുവായി ഒരു സർക്കിൾ വരച്ചാൽ മാത്രമേ ലോകത്തിലെ സകല രാജ്യങ്ങളെയും ദ്വീപുകളെയും നിങ്ങൾക്ക് സ്തോത്രം ഉൾക്കൊള്ളുവാൻ കൊണ്ട് കഴിയത്തുള്ളൂ. മാത്രമല്ല, നോട്ട് ഓൺലി ഇറ്റ്സ് എ സെൻട്രൽ സിറ്റി, അതൊരു സെൻട്രൽ സിറ്റി, അതൊരു സെൻട്രൽ സിറ്റി, അതൊരു സെൻട്രൽ സിറ്റി. എഴുതിയെടുക്ക്, അതൊരു സെൻട്രൽ സിറ്റി, ലോകത്തിന്റെ സെൻട്രൽ സിറ്റി. ഞാൻ വീണ്ടും പറയുന്നു, വാഷിംഗ്ടൺ DC അല്ല, സ്തോത്രം ലണ്ടൻ അല്ല, ലിവർപൂൾ അല്ല, ലോകത്തിന്റെ സെൻട്രൽ സിറ്റി ദുബായോ, അതേ സ്തോത്രം എവിടെ റിയാദും അല്ല, കൊച്ചി അല്ല, ഹൈദരാബാദ് അല്ല, ലോകത്തിന്റെ സെൻട്രൽ സിറ്റി സ്തോത്രം യെരുശലേം മാത്രമേ. യെരുശലേമാണ് ലോകത്തിന്റെ സെൻട്രൽ സിറ്റി. മാത്രമല്ല, അതൊരു പോപ്പുലർ സിറ്റി, അത് പ്രസിദ്ധമായ സിറ്റി. ഏറ്റവും കൂടുതൽ സ്തോത്രം, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ ആൾക്കാർ പറഞ്ഞത് യെരുശലേമിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ പറഞ്ഞത് സ്തോത്രം യെരുശലേമിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ പ്രവചിച്ചത് യെരുശലേമിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് നസറേത്തിനെ കുറിച്ചല്ല, സ്തോത്ര ബെത്ലഹേമിനെ കുറിച്ചല്ല, മറ്റ് ഏതെങ്കിലും പട്ടണത്തെ കുറിച്ചല്ല. ഏറ്റവും കൂടുതൽ സ്തോത്രം ഈ യെരുശലേമിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്, വായിക്കുന്നത്. ബൈബിളിൽ യെരുശലേമിനെ കുറിച്ച് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാണ്. യെസ്, അത് ശരിയാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം തുടങ്ങി വെളിപ്പാട് പുസ്തകം അങ്ങ് ദൂരെ 21-ാം അധ്യായം വരെ, വെളിപ്പാട് 22-ാം വെളിപ്പാട് കഴിയുകയാണല്ലോ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വരെ ഏറ്റവും കൂടുതൽ, ഒന്നാമത്തെ പുസ്തകം തുടങ്ങി അവസാനത്തെ പുസ്തകം വരെയും വ്യാപിച്ചു കിടക്കുന്ന ശക്തമേറിയതായ ഒരു അനുഗ്രഹിക്ക പട്ടണമാണ് ഏത്? സ്തോത്രം, അതെ യെരുശലേം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദാറ്റ്സ് എ പോപ്പുലർ സിറ്റി, അത്
സ്തോത്രം ഏറ്റവും കൂടുതൽ സ്തോത്രം ഏറ്റവും കൂടുതൽ പോപ്പുലറായ സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ സ്തോത്രം വേദപുസ്തകത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പട്ടണമാണ്. ഹല്ലേലൂയ. നന്മയുടെ വർത്തമാനങ്ങൾ മാത്രമല്ല ആ സ്ഥലത്തെ നിങ്ങൾക്ക് യെരൂശലേമിനെ കുറിച്ച് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ചിലപ്പോൾ യുദ്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ പോരാട്ടങ്ങളായിരിക്കാം. അതെല്ലാം സ്തോത്രം യെരൂശലേമിനെ കുറിച്ച് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങളൊരു യെരൂശലേം എന്ന വ്യക്തിയാണെങ്കിൽ, പട്ടണമായി മാത്രമല്ല ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് സ്തോത്രം പോരാട്ടമുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെന്നല്ല തേജസ്സിൻ്റെ സുവിശേഷം പറയുന്നത്. തേജസ്സിൻ്റെ സുവിശേഷം പറയുന്നത് നിങ്ങൾ തീയിലൂടെ കടന്നു പോകേണ്ടി വരും, നിങ്ങൾ വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വരും. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 2-ാം വാക്യം അങ്ങനെ പറയുന്നു. ഒരു സുഖിയന്റെ സുവിശേഷം അല്ല സ്തോത്രം തേജസ്സിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ സുവിശേഷം. യെശയ്യാ 43:2 ഞാൻ പറയുന്നത്, ഭയപ്പെടേണ്ട, നീ വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വരും, നീ തീയിൽ കൂടെ കടക്കേണ്ടി വരും. എന്നാൽ മൗനമായിരിക്കരുത്. വെള്ളത്തിലൂടെ കടക്കുമ്പോൾ ആ വെള്ളം നിങ്ങളെ ഒഴുക്കിക്കളയത്തില്ല. ആ തീയിൽ കൂടെ നീ കടക്കുമ്പോൾ നീ ചാരമായി പോകത്തില്ല. കാരണം വെള്ളത്തെക്കാൾ വലിയവൻ, തീയേക്കാൾ വലിയവൻ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പോരാട്ടത്തെക്കാൾ വലിയവനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ആ വെള്ളത്തെ നീ കാണും, ആ വെള്ളം നിന്നെയും കാണും. ആ തീയെ നീ കാണും, ആ തീ നിന്നെയും കാണും. പക്ഷേ ആ തീക്ക് നിന്നെ എരിക്കുവാൻ കഴിയത്തില്ല, വെള്ളത്തിൽ നിന്നെ ഒഴുക്കുവാൻ കഴിയത്തില്ല. കാരണം യഹോവ ക്ഷമ എന്ന് പേരുള്ള സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ പാസ്റ്റർ നിന്നോട് കൂടെ ഇരിക്കും എന്നല്ല കർത്താവ് പറയുന്നത്. വെള്ളം പെരുകുമ്പോൾ, തീ വർദ്ധിക്കുമ്പോൾ നിന്റെ പ്രവാചകനെ അയക്കാം എന്നല്ല കർത്താവ് പറഞ്ഞത്. എൻ്റെ ദൂതനെ ഇറക്കാം എന്നല്ല കർത്താവ് പറഞ്ഞത്. പാസ്റ്റർക്കായി സ്തോത്രം. പ്രവാചകന്മാർ പ്രവചിക്കട്ടെ, ദൂതന്മാർ ഇറങ്ങി വരട്ടെ. പക്ഷെ കർത്താവ് പറയുന്നു, എൻ്റെ കുഞ്ഞെ, നീ വെള്ളത്തിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ, നീ തീയിൽ കിടന്ന് പൊള്ളുമ്പോൾ, യഹോവ ക്ഷമയായി ഇമ്മാനുവേലാകുന്ന ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ചിലപ്പോൾ യെരൂശലേമിന് സമാധാനമാണ്, അത് സമാധാനത്തിൻ്റെ പട്ടണമാണല്ലോ. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം കണ്ടത് ആ സമാധാനത്തിൻ്റെ പട്ടണത്തിലാണ്. ഏറ്റവും കൂടുതൽ പോരാട്ടം ന്യൂയോർക്കിലല്ല, ഏറ്റവും കൂടുതൽ യുദ്ധം കണ്ടത് ബെർലിനല്ല, ഏറ്റവും കൂടുതൽ യുദ്ധം കണ്ടത് ജർമ്മനിയിലെ മ്യൂണിക്കോ സ്റ്റുട്ട്ഗാർട്ടോ അല്ല. ഏറ്റവും കൂടുതൽ പോരാട്ടം കണ്ടത് യെരൂശലേമാണ്. കാരണം യെരൂശലേമിനുള്ളിൽ പാർക്കുന്നവൻ സാധാ വ്യക്തിയല്ല, അവൻ വാഗ്ദത്തത്തിൻ്റെ സന്തതിയാണ്. അവൻ വാഗ്ദത്തത്തിൻ്റെ സന്തതിയായതുകൊണ്ട് അവന് പോരാട്ടമുണ്ട്. നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അയൽവാസിക്കില്ലാത്ത, ബന്ധുക്കൾക്കില്ലാത്ത, കൂടെ പഠിച്ചവർക്കില്ലാത്ത ഏറ്റവും വലിയ പോരാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത മലവെള്ളങ്ങളും പെരുവെള്ളങ്ങളും ഒക്കെ നിങ്ങൾ ചവിട്ടി വന്നു എങ്കിൽ, വേറെ ആർക്കുമില്ലാത്ത ഫയറി ഫർണസ് നിങ്ങളുടെ ജീവിതത്തിന് നേരെ പൊട്ടി പുറപ്പെട്ടുവെങ്കിൽ, നിസ്സംശയം ഞാൻ പറയുന്നു, സ്തോത്രം, അതേ വേറെ ആർക്കുമില്ലാത്ത എന്തോ വാഗ്ദത്തം നിങ്ങൾ ചുമക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തോ വാഗ്ദത്തം നിങ്ങൾ ചുമക്കുന്നുണ്ട്. നിന്റെ പോക്കറ്റിലും പേഴ്സിലും ബാഗിലും അലമാരയിലും ഇരിക്കുന്ന നിക്ഷേപം കണ്ടിട്ടല്ല ശത്രു നിനക്കെതിരെ പൊരുതുന്നത്, പകരം നിന്റെ തോളത്ത് കിടക്കുന്നതായ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം സ്തോത്രം നീ ചുമക്കുന്നത് കൊണ്ടാണ് ഏറ്റവും അധികമായ പോരാട്ടമുള്ളത്. എന്നാലും യെരൂശലേം പൊളിഞ്ഞു പോയോ? നോവേ. ഏറ്റവും കൂടുതൽ യുദ്ധം കണ്ടിട്ടും യെരൂശലേം പൊളിഞ്ഞു പോയില്ല. ഇന്നും ഈ സമയത്ത് യെരൂശലേം തല ഉയർത്തി നിൽക്കുന്ന, ഇന്നും ഇത്രയും പോരാട്ടം വന്നിട്ട് നീ കുനിഞ്ഞല്ല നിൽക്കുന്നത്. ഓ കമാൻ, നീ തല ഉയർത്തി നിൽക്കുന്നു. ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ എൻ്റെ തലയെ കുനിക്കുന്നവനല്ല ദൈവം, ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ എൻ്റെ തലയെ ഉയർത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. നീ നിന്നതല്ല. എത്ര പേർ ആമേൻ പറയ്? ദൈവം നിന്നെ നിർത്തിയതാണ്. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തി. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നു എങ്കിൽ, ഹല്ലേലൂയ, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം, ഇത്രത്തോളം വഴി നടത്തിയ ദൈവം ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായ രീതിയിൽ നാളെ വഴി നടത്തുവാൻ വേണ്ടി പോകുന്നു. നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിച്ചാടെ. ശ്രേഷ്ഠകരമായി ദൈവം നിന്നെ നടത്തുവാൻ വേണ്ടി പോകുന്നു. ഇറ്റ്സ് എ പോപ്പുലർ സിറ്റി. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എഴുതിയിരിക്കുന്നത് യെരൂശലേമിനെ കുറിച്ച്
കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ എല്ലാ പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നത് യെരൂശലേമിനെ കുറിച്ചാണ്. സ്തോത്രം. ഇറ്റ്സ് എ പോപ്പുലർ സിറ്റി. നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളിലും സ്തോത്രം നിങ്ങൾക്ക് വായിപ്പാൻ കഴിയുന്നത് അതേ യെരൂശലേമിനെ കുറിച്ചാണ്. അപ്പോസ്തലന്മാർ അതേ പ്രവാചകന്മാർ അവർക്ക് യെരൂശലേമിനെ കുറിച്ച് എഴുതാതെ പേന താഴെ വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇറ്റ്സ് എ പോപ്പുലർ സിറ്റി. സ്തോത്രം. യെരൂശലേമിനായി സ്തോത്രം. വീണ്ടും വേദപുസ്തകം പറയുന്നു അതെ ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വാഗ്ദത്തത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അത് വാഗ്ദത്തത്തിന്റെ തലസ്ഥാനമാണ്. അത് വാഗ്ദത്തത്തിന്റെ തലസ്ഥാനമാണ്. ഓ എന്നെ സംബന്ധിച്ച് എന്താണ്? നിന്നെ സംബന്ധിച്ച് കർത്താവിന് പറയാൻ ഒരു ദൂതുണ്ട്. നീ ഒരു തലസ്ഥാനം. അർത്ഥം നീ വാലല്ല. സ്തോത്രം. ബാക്കി അടുത്തിരിക്കുന്നവരെ നോക്കി പറ, നീ വാലല്ല. ബാക്കി ഇരിക്കുന്നവരെ നോക്കി പറ, ഞാൻ തലയാണ്. ഞാൻ തലയാണ്. നീ തലയാണ്. എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവരുണ്ട്, എന്നെക്കാൾ പഠിപ്പുള്ളവരുണ്ട്, എന്നെക്കാൾ ജാതിയിൽ ഉന്നതരായിട്ടുള്ളവരുണ്ട്, കുടുംബത്തിൽ വലിയ മഹത്വം ചുമക്കുന്നവരുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ദൈവം എന്നെ നോക്കി പറഞ്ഞു, കുഞ്ഞേ നീ വാലല്ല, നീ തലയാണ്. യെരൂശലേമേ, യെരൂശലേമേ, നിന്നെക്കാൾ വലിയ പട്ടണങ്ങളുണ്ട്, നിന്നെക്കാൾ പഴയ പട്ടണങ്ങളുണ്ട്, നിന്നെക്കാൾ വലിയ മഹത്തരമായ നിക്ഷേപമുള്ള പട്ടണമുണ്ട്. പക്ഷേ സ്തോത്രം, നീ ആരാണ്? നീ വാഗ്ദത്ത ദേശത്തിന്റെ തലസ്ഥാനമാണ്. നീ സ്തോത്രം അതെ വാലല്ല, നീ തലയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. വാഗ്ദത്ത ദേശത്തിന്റെ തലസ്ഥാനമാണ്. അതുകൊണ്ടാണ് വാഗ്ദത്ത ദേശത്തിലേക്ക് ഇതാ സ്തോത്രം മോശ മുന്നോട്ട് പോകുമ്പോൾ മോശക്കറിയാം യെബൂസ്യന്റെ നാടിനെ കുറിച്ച് വാചനമായി ദൈവം മോശയോട് സംസാരിക്കുകയാണ്. യോശുവ സ്തോത്രം അത് യെബൂസ്യന്റെ നാടിനെ കുറിച്ച് സംസാരിക്കുകയാണ്. മോശയുടെ കാലത്ത് വാഗ്ദത്തത്തിന് കടക്കാൻ കഴിഞ്ഞില്ല. ദാവീദിന് വാഗ്ദത്ത സ്തോത്രം യോശുവയ്ക്ക് വാഗ്ദത്തം ഭാഗികമായി അതിൽ കടക്കുവാനേ കഴിഞ്ഞുള്ളൂ. മോശയ്ക്ക് കാണുവാനേ കഴിഞ്ഞുള്ളൂ. യോശുവയ്ക്ക് കടക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ വാഗ്ദത്തത്തെ ടോട്ടലി പിടിച്ചെടുത്തത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനാണ്. ഹല്ലേലൂയ. കൈക്കരുത്തുള്ളവനും കാഴ്ചപ്പാടുള്ളവനും മാത്രമല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദാണ് ആ വാഗ്ദത്ത ദേശം കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായി പിടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് 137 സങ്കീർത്തനം 5 വാക്യം വായിക്കുമ്പോൾ 137:5 വായിക്കുമ്പോൾ, ഇഫ് ഐ ആം ഗോയിങ് ടു ഫോർഗെറ്റ് ജെറുസലേം ലെറ്റ് മീ ഫോർഗെറ്റ് മൈ റൈറ്റ് ഹാൻഡ്. ഞാൻ യെരൂശലേമിനെ മറക്കുന്നു എങ്കിൽ എൻ്റെ വലത് കൈ മറന്നു പോകട്ടെ. ഞാൻ യെരൂശലേമിനെ മറക്കുന്നു എങ്കിൽ ഓ സ്തോത്രം എൻ്റെ വലത് കൈ മറന്നു പോകട്ടെ. വാഗ്ദത്ത ദേശം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ രാജ്യത്തിൻ്റെ യഹൂദന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ഹെബ്രോൻ അല്ല, അത് എഫ്രാത്തിന്റെ മലനിരകളല്ല, മറ്റ് ഒന്നുമല്ല. പകരം സ്തോത്രം ഏറ്റവുമായി യഹൂദന് ഇന്നും എന്നും യഹൂദന്റെ ഏറ്റവും കേന്ദ്ര സ്തോത്രം സ്ഥലം, യഹൂദന്റെ പ്രിയപ്പെട്ട സ്ഥലം അത് ഏതാണ്? അത് യെരൂശലേമാണ്. സ്തോത്രം. മഹാരാജാവായ ചക്രവർത്തിയായ യെരൂശലേമിന്റെ സ്തോത്രം അതെ സ്വീറ്റ് സിംഗറായ മധുര ഗായകനായ ദാവീദ് തന്നെ പറയുന്നു, ഞാൻ യെരൂശലേമിനെ മറക്കുന്നു എങ്കിൽ എൻ്റെ വലത് കൈ ഞാൻ മറന്നു പോകട്ടെ. 1967 2000 വർഷത്തിന് ശേഷം യെരൂശലേമിന്റെ നിയന്ത്രണം യഹൂദന്റെ കയ്യിൽ വന്നെത്തിയത്. ഞാൻ വീണ്ടും പറയട്ടെ, കല്ലിൽ ശേഷിക്കാതെ വണ്ണം ഇത് ഇടിഞ്ഞു പോകുമെന്ന് യേശു കർത്താവ്, ഇത് പൊളിഞ്ഞു പോകുമെന്ന് കർത്താവ് യേശു പ്രവചിച്ചു. യേശു കർത്താവ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാണ്. കർത്താവ് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് കർത്താവ് തോന്നിയതെല്ലാം പറയത്തില്ല. അവൻ പറയുന്നത് പോലെ ചെയ്യും, അവൻ ചെയ്യുന്നത് പോലെ പറയും. സ്തോത്ര. കർത്താവ് പറഞ്ഞു, കല്ലിൽ ശേഷിക്കാതെ വണ്ണം ഇത് പൊളിഞ്ഞു പോകും. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു അതെങ്ങനെയാണ് സംഭവിച്ചത്? കാരണം സ്തോത്രം AD 70 ടൈറ്റസ് എന്ന റോമൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് ഭടന്മാർ ഇതാ എരച്ചു കയറുമ്പോൾ ഏതോ ഒരു മന്ദബുദ്ധി ഈ പ്രകാരം പറഞ്ഞു എന്ന്, ഈ വലിയ കല്ലുകളുടെ ഇടയിൽ സ്വർണം വെച്ചിട്ടുണ്ടെന്ന്. ഈ നല്ല കാര്യം പരക്കുന്നതിനേക്കാൾ വേഗത്തിൽ പരക്കുന്നത് റൂമേഴ്സ് ആയിരിക്കുമല്ലോ, കഥകളായിരിക്കുമല്ലോ വേഗത്തിൽ പരക്കുന്നത്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഈ വലിയ കല്ലുകളുടെ ഇടയിൽ എന്തോ വെച്ചിട്ടുണ്ട്? സ്വർണം വെച്ചിട്ടുണ്ട്. എടാ സ്വർണം കിട്ടും, സ്വർണം എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? ആ സ്തോത്രം വലിയ കല്ലുകളെല്ലാം ഓരോന്നോരോന്നായി അവർ പൊളിച്ചിട്ടു. സ്തോത്രം. ഇന്ന് വെയിലിംഗ് വാൾ എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് ഒഴികെ ബാക്കിയുള്ളതായ സകല സ്തോത്രം അതേ സ്ഥലത്തുമുള്ളതായ വലിയ കല്ലുകളെ അവർ പൊളിച്ചിട്ട് നോക്കി. സ്വർണ്ണമൊന്നും അവർക്ക് കിട്ടിയില്ല.
സ്തോത്രം. അത് മറ്റൊരു കാര്യം, അതേ സ്തോത്രം, ആ പ്രവചനം നിറവേറി കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം ആ പട്ടണം സമ്പൂർണ്ണമായി തകർക്കപ്പെടുകയുണ്ടായി. ആ പട്ടണം തകർക്കപ്പെടുകയുണ്ടായി. എന്നാൽ 2000 വർഷത്തോളം ആ പട്ടണത്തിൽ അവർക്ക് പ്രവേശനമില്ലായിരുന്നു. 1967 6 ദിവസത്തെ യുദ്ധത്തിന്റെ സമയത്താണ് യഹൂദന് സ്തോത്രം യെരുശലേമിൽ പ്രവേശനം ലഭിച്ചതും യെരുശലേമിൽ കൺട്രോൾ ലഭിച്ചതും. 2006 മുതൽ യെരുശലേമിൽ ഞങ്ങളൊക്കെ കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേൽ പട്ടണമാണ് യെരുശലേം പട്ടണത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുന്നത്. എവിടെ എന്തോ നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഹമാസിന്റെയോ സ്തോത്രം അല്ലെങ്കിൽ ആരഫാത്തിന്റെയോ ഗുണ്ടകളല്ല, പകരം യെരുശലേം പോലീസും യെരുശലേം പട്ടാളവുമാണ് സ്തോത്രം എവിടെയൊക്കെ എന്തൊക്കെ നടക്കണം എന്ന് അത് തീരുമാനിക്കുന്നത്. 2017 ഡൊണാൾഡ് ജെ ട്രംപ് എന്ന പ്രസിഡന്റ് സ്തോത്രം ഒരു ഡിക്ലറേഷൻ നൽകി. അത് യെരുശലേം എന്ന് പറയുന്നത് അത് സ്തോത്രം യഹൂദന്റെ സ്റ്റേറ്റ് ക്യാപിറ്റൽ ആണ്. ട്രംപ് പറഞ്ഞു നല്ല കാര്യം, പക്ഷേ മഹാരാജാവേ ദാവീദ് പറഞ്ഞു അതാണ് ഞങ്ങളുടെ തലസ്ഥാനം, അതാണ് ഞങ്ങളുടെ തലസ്ഥാനം, അത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ യെരുശലേം. അതുകൊണ്ടാണ് 1967 യുദ്ധത്തിൽ സീനായി മരുഭൂമി അവർ പിടിച്ചെടുത്തു, ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, യെരുശലേമും അവർ പിടിച്ചെടുത്തു. സ്തോത്രം. അതെ, ഈജിപ്റ്റ് അവരെ അംഗീകരിപ്പാൻ അവര് സ്തോത്രം സീനായി മരുഭൂമി വിട്ടുകൊടുത്തു. സിറിയ അവരോട് സമാധാനം പ്രാപിപ്പാൻ അവർ ഗോലൻ ഹൈറ്റ്സിന്റെ ചില ഭാഗങ്ങൾ അവർ വിട്ടുകൊടുത്തു. അവർ പറഞ്ഞു സ്തോത്രം വേണമെങ്കിൽ ഗോലൻ താഴ്വരകൾ ഞങ്ങൾ വേണം വിട്ടുതരാം, സീനായി മരുഭൂമിയെ ഞങ്ങൾ വിട്ടുതരാം, പക്ഷേ യെരുശലേം 1 ഇഞ്ച് പോലും ഞങ്ങൾ വിട്ടുതരത്തില്ല. കാരണം ഇത് ഞങ്ങളുടെ പ്രാന്തപ്രദേശമല്ല, ഇത് ഞങ്ങളുടെ തലസ്ഥാനമത്രേ. സ്തോത്രം, ഇത് ഞങ്ങളുടെ തലസ്ഥാനമാണ്. ഹല്ലേലൂയ. അർത്ഥം ചിലതൊന്നും നിനക്ക് വിട്ടുകൊടുക്കുവാൻ തക്കൊണ്ട് കഴിയത്തില്ല, അത് അവരുടെ ക്യാപിറ്റലാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. ഏറ്റവും പോപ്പുലർ സിറ്റിയാണ്, അത് ക്യാപിറ്റൽ സിറ്റിയാണ്. മാത്രമല്ല അത് സ്തോത്രം ലോകത്തിൻ്റെ സെൻട്രൽ പ്ലേസ് ആണ്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും, ഇറ്റ്സ് എ ടെമ്പിൾ സിറ്റി. അതൊരു സ്തോത്രം ദേവാലയ പട്ടണമാണ്. സ്തോത്രം. ഏത് പട്ടണം? യെരുശലേം പട്ടണം. ദാവീദ് രാജാവിനോട് ദൈവം പറഞ്ഞു, ദേവാലയത്തിന് വേണ്ടിയുള്ള സകല കാര്യങ്ങളെ നീ കരുതിയാൽ മതി, നീ പണിയണ്ട. കാരണം നിന്റെ കയ്യിൽ ഒത്തിരി സ്തോത്രം രക്തക്കറയുണ്ട്, മറ്റുള്ളവനെ കൊന്നുകളഞ്ഞതായ രക്തക്കറ നിന്റെ കയ്യിലുള്ളത് കൊണ്ട് നീ പ്രിപ്പയർ ചെയ്താൽ മതി. രക്തക്കറ ഇല്ലാത്തവന് മാത്രമേ സ്തോത്രം ഈ ആലയത്തെ എനിക്ക് പണിവാൻ തക്കോണം കഴിയത്തുള്ളൂ. ശലോമോൻ ഈ ആലയം പണിയട്ടെ. ദാവീദ് ഒരുക്കി ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിതു. അതിനേക്കാൾ വലിയ പട്ടണങ്ങൾ ചുറ്റുപാടുണ്ടായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നോ, ടെമ്പിൾ സിറ്റി എന്ന് പറയുന്നത് എന്റെ മഹത്വം ഇറങ്ങി വസിക്കുന്നതായ ആലയം പണിയേണ്ടത് യെരുശലേമിലാണ് നീ പണിയേണ്ടത്. എക്സാക്ട്ലി മോശ പണിതതായ അതേ അളവിൻ പ്രകാരം സ്തോത്രം ശലോമോനിതാ യഹോവയ്ക്ക് വേണ്ടി ആലയം പണിയുകയുണ്ടായി. എത്ര പേർ സ്തോത്രം പറഞ്ഞു? സ്തോത്രം. നമ്മുടെ അളവിൽ ദൈവം ഇറങ്ങി നിൽക്കത്തില്ല. ദൈവത്തിന്റെ അളവിൽ നമ്മൾ പണിതാലേ ദൈവം ഇറങ്ങി നിൽക്കത്തുള്ളൂ. ഒരു ഉപവാസ പ്രാർത്ഥന നമ്മുടെ അളവിൽ പണിതാൽ തമ്പുരാൻ ഈ പഞ്ചായത്തിൽ കയറത്തില്ല. ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് സ്തോത്രം അതേ നമുക്ക് വേണ്ടിയല്ല നമ്മൾ പാടുന്നത്, വരുന്ന ജനത്തിന് വേണ്ടിയല്ല പാടുന്നത്, പാട്ടുകളെ ഉടമസ്ഥനായ ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ പാടുന്നത്. എനിക്കൊരിക്കലും ദൈവത്തെ പ്രസംഗിച്ചങ്ങ് രോമാഞ്ചം വരുത്താൻ കഴിയത്തില്ല. കാരണം വചനം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ അളവിലല്ല നിൽക്കേണ്ടത്, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അളവിലല്ല നിൽക്കേണ്ടത്. നിങ്ങളും ഞാനും സ്തോത്രം അതേ ദൈവത്തിൻ്റെ അളവിലാണ് നിൽക്കേണ്ടത്. ചുറ്റുമിരിക്കുന്ന 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ അളവിൽ, ദൈവത്തിന്റെ അളവിൽ പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ അളവിൽ. കുറച്ച് പാസ്റ്റേഴ്സ് വന്നിട്ടുണ്ടല്ലോ, പറഞ്ഞാട്ടെ സഹോദരന്മാരെ, ഈ തലമുറയിൽ നിങ്ങളുടെ സഭയിൽ ദൈവ മഹത്വം ഇറങ്ങുന്നത് കാണണമെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ മഹത്വം അതേ ഇറങ്ങി വസിക്കുന്നത് കാണണമെങ്കിൽ, നിന്റെ ഡീക്കൻ പറയുന്നത്, നിന്റെ ഭാര്യ പറയുന്നത്, നിന്റെ നാട്ടുകാർ പറയുന്നത് അളവിലല്ല നീ പണിയേണ്ടത്. പകരം ദൈവം പറയുന്ന അളവിൽ നാം ചെയ്യുമ്പോൾ അതൊരിക്കലും സ്തോത്രം ഒഴിഞ്ഞു കിടക്കത്തില്ല. നമ്മുടെ അളവിൽ നാം പണിതാൽ അവിടെ ചാഴിയും പുഴുവും പാറ്റയും എലിയും പെരിച്ചാഴിയും മാത്രം നിറയും. എന്നാൽ ദൈവത്തിന്റെ അളവിൽ നാം പണിതാൽ അത് ഒഴിഞ്ഞു കിടക്കത്തില്ല. ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞ് കവിയ. കാരണം ബൈബിൾ പറയുന്നു, മോശ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു, ശലോമോൻ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു. സ്തോത്രം അളവിൽ ചെയ്തിട്ട് പിന്നെ കീബോർഡ് പ്ലേ ചെയ്തില്ല, പിന്നെ പ്രസംഗിച്ചില്ല, പിന്നെ കൈയടിക്കേണ്ടി വന്നില്ല, പിന്നെ ബഹളം ഉണ്ടാക്കേണ്ടി വന്നില്ല. ആ അളവിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ
ദൈവത്തിന് മഹത്വം വന്ന് സ്തോത്രം അതിൽ നിറഞ്ഞ് കവിയുകയാണ്. 2020 ഡിസംബറിൽ ദൈവം നോക്കിയാണ് ആരാ എൻ്റെ അളവിൽ ജീവിക്കുന്നത്, എൻ്റെ പാരാമീറ്ററിൽ ആരാ ജീവിക്കുന്നത്, എൻ്റെ അളവിൽ ആരാണ് ജീവിക്കുന്നത്, ഏത് സഭയാണ് ജീവിക്കുന്നത്, ഏത് ദൈവദാസനാണ് ജീവിക്കുന്നത്. ഇന്നും ലിറ്ററലി ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ അളവിൻ പ്രകാരം ഏതവനാണോ ഏതവളാണോ ജീവിക്കുന്നത് അവരെ തൻ്റെ ശേഖന ഗ്ലോറിയിൽ ഇന്നും സ്തോത്രം നിറഞ്ഞ് കവിയുവാൻ തക്കണം. ഇന്നും അവരെ മഹത്വത്തിൽ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ അളവിൽ നീ ജീവിക്കരുത്, ദൈവത്തിൻ്റെ അളവിൽ നീ ജീവിച്ചാട്. അത് ടെമ്പിൾ സിറ്റി. ആ ദൈവത്തിൻ്റെ മഹത്വം ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ അളവിൻ പ്രകാരം ആലയം പണിതപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ നിറഞ്ഞ് കവിഞ്ഞു. അന്ന് അമേരിക്കയും സ്തോത്രം ഓസ്ട്രേലിയയും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും സ്തോത്രം ഇതാ ആഫ്രിക്കയിൽ നിന്ന് ഷേബാരാജ്ഞി വരുന്നു, ആഫ്രിക്കയിൽ നിന്ന് ഉന്നതർ വരികയാണ്, ഏഷ്യയുടെ സമ്പത്ത് കടന്നു വരികയാണ്. ഇന്ത്യൻ ചരിത്രം പറയുന്നു ഇന്ത്യയിൽ നിന്ന് സ്തോത്രം വിശിഷ്ടമായ വസ്തുക്കൾ അതേ ശലോമോന്റെ കാലത്ത് കയറ്റി അയച്ചിരുന്നു. യൂറോപ്പിൻ്റെ രാജാക്കന്മാർ കടന്നു വരികയാണ്. അന്ന് അറിയപ്പെടുന്ന സകല രാജ്യങ്ങളിലുള്ള സകല ഉന്നതന്മാരും ശലോമോന്റെ മുൻപിൽ ക്യൂ ആയി നിൽക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ഇന്റർനാഷണൽ ബോർഡർ എന്ന് തുറക്കണമേ കർത്താവേ, എങ്ങനെയും അതേ എയർപോർട്ടിൽ നിന്ന് പ്ലെയിനുകൾ സ്തോത്രം അതേ പറന്നെങ്കിൽ എനിക്കും കൂടെ പറക്കാമായിരുന്നു എന്നാരെങ്കിലും അതേ ചോദിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, മഹത്വം നിറഞ്ഞാൽ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രമല്ല പോകുന്നത്, ലോകരാജ്യങ്ങൾ നിന്നെ തേടി ഇങ്ങോട്ട് കടന്നു വരും. ലോകരാജ്യങ്ങൾ നിന്നെ തേടി ഇങ്ങോട്ട് കടന്നു വരും. മഹത്വത്തിൽ നിറഞ്ഞ് ജീവിച്ചാൽ ലോകരാജ്യങ്ങൾ വന്ന് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, പറ എങ്ങനെയാ ചർച്ച പ്ലാൻ ചെയ്യുന്നത്. ലോകരാജ്യങ്ങൾ വന്ന് ചോദിക്കും, എങ്ങനെയാണ് പ്രവചിക്കുന്നത്, എങ്ങനെയാണ് പ്രൊഫറ്റിക് സ്കൂൾ നടത്തുന്നത്. ഓ, നിങ്ങൾക്ക് വേണ്ടായിരിക്കും, നിങ്ങൾ വിസയും ഡോളറും ദിനാറും ഒക്കെ കണ്ട് സ്വപ്നം കണ്ട് മയങ്ങിയിരിക്കുന്നവരായിരിക്കും. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി എനിക്ക് പറവാനുള്ളതായ ദൂത് ഇതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കവിഞ്ഞൊഴുക്കൽ നീ ആയിരിക്കുന്നെങ്കിൽ വെളുത്ത തൊലിയും കറുത്ത തൊലിയും ബ്രൗൺ തൊലിയും മഞ്ഞത്തൊലിയും ഒക്കെ ഉള്ളതായ സഹോദരി സഹോദരന്മാർ വന്ന് ചോദിക്കുക, ഇതെങ്ങനെയാണ് നേടിയത്, ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ചർച്ച പണിയുന്നത്, എങ്ങനെയാണ് മിഷൻ ഫീൽഡുകൾ വെട്ടിപ്പിടിക്കുന്നത്, എങ്ങനെയാണ് കൃപാവരങ്ങളിൽ ഒഴുകുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, രാജ്യങ്ങൾ കൂടുവാൻ പോകുന്നു. പെട്ടെന്ന് പറഞ്ഞാട്ടെ, രാജ്യങ്ങൾ കൂടുവാൻ വേണ്ടി പോകുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അപ്പോസ്തലന്മാർ ദൈവദാസന്മാർ കേൾക്കുന്നുവെങ്കിൽ ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. രാജ്യങ്ങളെ മെന്റർ ചെയ്യുവാൻ ഒരുങ്ങിക്കോ, രാജ്യങ്ങളെ മെന്റർ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിക്കോ, രാജ്യങ്ങളെ മെന്റർ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിക്കോ. നിന്റെ കൂടാരത്തിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കുവാൻ പോകുകയാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവരെല്ലാവരും പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ. ഇനി ഞങ്ങൾ സ്തോത്രം കൊറിയയും അതേ ഈ തലമുറ കൊറിയയും ആഫ്രിക്കയും അമേരിക്കയും മാത്രം നോക്കിയല്ല പഠിക്കുന്നത്. ഇൻ ജീസസ് നെയിം ലെറ്റ് മൈ പ്രൊഫസൈ, ഇന്ത്യയെ നോക്കി ലോക രാജ്യങ്ങൾ പഠിക്കുന്ന ഒരു സീസൺ ഇതാ കടന്നു വന്നിരിക്കുന്നു. മഹത്വത്തിൽ മറഞ്ഞിരിക്കുക ഭാരതത്തെ നോക്കി, ഇന്ത്യൻ ചർച്ചിനെ നോക്കി ലോകരാജ്യങ്ങൾ പഠിക്കുന്ന ദിവസങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ആ നാഴിക വരുന്നു, ഇപ്പോൾ വന്ന് ഇരിക്കുന്നു. സ്തോത്രം. അതെ, അതൊരു ടെമ്പിൾ സിറ്റിയാണ്. അതൊരു സ്തോത്രം. അതെ 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 അതൊരു ദേവാലയം ഉയർന്ന പട്ടണമാണ്. ശലോമോൻ യെരൂശലേമിലാണ് ദേവാലയം ഉയർത്തിയത്. മാത്രമല്ല സ്തോത്രം, പ്രവചനം നിറവേറിയ പട്ടണമായിരുന്നു അതേ യെരൂശലേം. പ്രവചനം നിറവേറിയ പട്ടണം. ഇനിയും പ്രവചനം നിറവേറുവാൻ വേണ്ടി പോകുന്നു. അതേ പട്ടണത്തിലേക്കാണ് യേശു കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹമായി കടന്നു വന്ന് ഇരിപ്പാൻ വേണ്ടി പോകുന്നത്. അതേ പട്ടണത്തിന്റെ കിഴക്കേ വാതിലാണ് തുറക്കപ്പെടുവാൻ വേണ്ടി പോകുന്നത്. അതേ പട്ടണമാണ് 1000 ആണ്ടേക്ക് കർത്താവ് സ്തോത്രം ഇതാ തൻ്റെ രാജധാനി ഒരുക്കുന്നത്. അതേ പട്ടണത്തിലാണ് ദാവീദ് സിംഹാസനത്തിൽ അവൻ വന്ന് ഇരിപ്പാൻ വേണ്ടി പോകുന്നത്. ഓ, യെരൂശലേമിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് പറയാൻ എനിക്ക് മണിക്കൂറുകൾ വേണം. എന്നാൽ നടന്ന് കഴിഞ്ഞ ഒന്നിനെ കുറിച്ച് ഞാൻ പറയട്ടെ. തിരുവചന പ്രകാരമൻ മരിച്ച്, തിരുവചന പ്രകാരമൻ അടക്കം ചെയ്യപ്പെട്ട്, തിരുവചന പ്രകാരമൻ ഉയർത്തെഴുന്നേറ്റത് ഗലീലയിലല്ല, സ്തോത്രം ഹെർമോനിലല്ല, മറ്റേതെങ്കിലും പ്രാന്തപ്രദേശത്തല്ല. പ്രവചനം നിറവേറിയത് യെരൂശലേമിലത്രേ. പ്രവചനം നിറവേറിയതും പ്രവചനം നിറവേറാൻ പോകുന്നതും യെരൂശലേമിലത്രേ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ പ്രവചനം നിറവേറിയെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. എന്തെങ്കിലും ദൂത് നിറവേറി ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ. സ്തോത്രം. അതേ പ്രവചനം നിറവേറിയെങ്കിൽ ഇനിയുള്ള കാലത്ത് നീ കേട്ടതായ പ്രവചനവും നിറവേറുവാൻ വേണ്ടി പോകുന്നു. നിറവേറുവാൻ വേണ്ടി പോകുന്നു. ആർക്കും വേണ്ടിയോ, ആർക്കും വേണ്ടിയോ, ആർക്കും വേണ്ടിയോ സന്തോഷമുള്ളവർ അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, the promises cannot die. വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, വാഗ്ദത്തങ്ങൾ
മരിക്കുന്നില്ല. ഇന്നലെകൾ പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ ഇനിയുള്ള കാലത്ത് പ്രവചനം നിറവേറുവാൻ വേണ്ടി പോകുന്നു. വാഗ്ദത്തങ്ങൾ മരിക്കുന്നതേ ഇല്ല. യെരൂശലേം പട്ടണത്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവചനം നിറവേറിയത്. ഞാൻ ആവർത്തിക്കുന്നു, യെരൂശലേമിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നിറവേറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വേൾഡ് വാർ നിന്നതല്ല, ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ബോംബ് വീണതല്ല, ഏറ്റവും വലിയ കെട്ടിടം ഇടിഞ്ഞ് താഴെ പോയതല്ല. മാനവ ചരിത്രത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് യേശു കർത്താവ് തിരുവചന പ്രകാരം ക്രൂശിന്മേൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് യെരൂശലേമിലാണ്. ടെറ്റലസ്റ്റായ് എന്ന ശബ്ദം അതേ ഉയർന്ന് കേട്ടത് യെരൂശലേമിലാണ്. സകലതും നിവർത്തിയായി എന്നാണ് അതിന് അർത്ഥം. ആ ശബ്ദത്തിങ്കൽ പിശാചിന്റെ തല തകർക്കപ്പെട്ട്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് യെരൂശലേം ഒരു തോൽവിയുടെ പട്ടണമല്ല, ശത്രുവിന്റെ തലയെ തകർത്ത ശബ്ദമുയർന്ന പട്ടണം. സ്തോത്രം. യെരൂശലേം ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, അതൊരു ജയത്തിന്റെ പട്ടണമാണ്. അതൊരു ജയത്തിന്റെ പട്ടണം. എക്സ്ക്യൂസ് മീ, ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരെയും നോക്കുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ ജയവും ശത്രുവിന്റെ പരാജയവുമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ ജയം. കാരണം നിന്നെ തീർക്കുവാൻ സാത്താൻ ഒത്തിരി നോക്കിയതാണ്. നിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുവാൻ, നിന്റെ ജീവനെ അപകരിപ്പാൻ ഒക്കെ കോവിഡും കൊറോണയും ക്യാൻസറും അപകടങ്ങളും അനർത്ഥങ്ങളും ഒത്തിരി വന്നു. പക്ഷേ ദൈവം ഒരു പദ്ധതി നിന്റെ മേൽ ഉള്ളത് കൊണ്ട് ദൈവ ജീവനുള്ളൊരു ദേശത്ത് പറഞ്ഞു പോകാതെ വണ്ണം നിന്നെ അത്ഭുതകരമായി നിലനിർത്തുകയുണ്ടായി. സഹോദരി സഹോദരന്മാരെ, യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് യെരൂശലേമിലാണ്. ഇന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ യേശുവിൻ്റെ തുറന്ന കല്ലറ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നത് ഈ യെരൂശലേമിലാണ്. അത് പ്രവചന നിറവേറലിൻ്റെ സ്തോത്രം പട്ടണമാണ്. ഇത്രയുമാണ് എനിക്ക് യെരൂശലേമിനെ കുറിച്ച് പറയാനുള്ളത്. ഒത്തിരി നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ യെരൂശലേം. ലോകത്തിൻ്റെ സ്തോത്രം ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പട്ടണമാണ്. പോപ്പുലർ സിറ്റിയാണ് യെരൂശലേം. സ്തോത്രം. അതേ എന്തോ വാഗ്ദത്ത ദേശത്തിൻ്റെ തലസ്ഥാനമാണ് യെരൂശലേം. സ്തോത്രം. അത് ദേവാലയ പട്ടണമാണ് യെരൂശലേം. കർത്താവ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉൾപ്പെടെ സകല പ്രവചനങ്ങൾ നിറവേറിയതും നിറവേറുവാൻ പോകുന്നതുമായ പ്രവചനത്തിൻ്റെ സെൻട്രൽ ഹാളാണ് ഏതാ? ഈ യെരൂശലേം. മാത്രമല്ല സ്തോത്രം, അവസാനമായി ഞാൻ പറഞ്ഞ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ. ഇറ്റ്സ് എ റിവൈവൽ സിറ്റി. അതൊരു ഉണർവിൻ്റെ പട്ടണമാണ്. ഉണർവിൻ്റെ പട്ടണമാണ്. ദൈവം ചലിച്ച പട്ടണമാണ്. സ്തോത്രം. അതെ, യെരൂശലേം ദൈവം ചലിക്കുന്ന പട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്, ചലിച്ച പട്ടണമാണ് ഈ യെരൂശലേം. ഇന്ന് സ്തോത്രം രണ്ട് കൂട്ടർ ഈ ഹാളിനുണ്ട്. ഒന്ന് ചലിക്കുന്നവരും ഉണ്ട്, ഒരിക്കൽ ചലിച്ച് പെൻഷൻ പറ്റിയവരുണ്ട്. സ്തോത്രം. ഇന്ന് ഈ ഹാളിന് പുറത്ത് ലോകത്തിൽ വിവിധ സംഘടനകളിലേക്ക് കടന്നു പോയാൽ, വിവിധ സംഘടനകൾ നോക്കിയാൽ ഒരിക്കൽ അവർക്ക് ചലനം ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ വേറെ ചിലർ പറയും ഒരിക്കൽ ഉണ്ടായിരുന്നവർ മാത്രമല്ല ഇന്നും ചലിക്കുന്നു. ഇതൊരു സ്തോത്രം ദൈവിക ചലനം ഉണ്ടായിരുന്നതായ ഒരു പട്ടണമാണ്. ബൈബിളിലെ സ്തോത്രം പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ സഭയുടെ ചലനം യെരൂശലേം പട്ടണത്തിലാണ് കർത്താവ് അയച്ചത്. കാരണം 1:4 അപ്പോസ്തലപ്രവൃത്തി 1:4 നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ സ്തോത്രം യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിൻ്റെ സ്തോത്രം വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവർ വാഗ്ദത്തത്തിനായി ആ സ്ഥലത്ത് കാത്തിരുന്നു. വീണ്ടും ലൂക്കോസ് 24:49 വായിക്കുമ്പോൾ ഇതിനോട് പാരലായി ഇതുപോലെയുള്ള മറ്റൊരു വാക്യവും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കുവീൻ. ഏത് നഗരത്തിൽ പാർക്കണം? സ്തോത്രം, യെരൂശലേം എന്ന നഗരത്തിൽ പാർക്കണം. കേൾക്കണം. വാഗ്ദത്തമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ, എവിടെയെങ്കിലും ജീവിച്ചാൽ വാഗ്ദത്തം കിട്ടത്തില്ല. ഹല്ലേലൂയ. എവിടെയെങ്കിലും ജീവിച്ചാൽ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ വാഗ്ദത്തം കിട്ടത്തില്ല. വാഗ്ദത്തം പ്രാപിപ്പാൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ടൈമിംഗ്, ഒന്ന് സമയം, രണ്ട് സ്ഥലം. സ്തോത്രം. അതെ, ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ തലത്ത് നീ എത്തിയാൽ മാത്രമേ ആ വാഗ്ദത്തത്തെ നിനക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, വെങ്ങാണ്ട് ചെന്ന് ജീവിച്ചാൽ ഒരിക്കലും സ്തോത്രം വാഗ്ദത്തം കിട്ടത്തില്ല. നേരത്തെ വന്നാലും വാഗ്ദത്തം കിട്ടത്തില്ല, താമസിച്ചു പോയാലും വാഗ്ദത്തം കിട്ടത്തില്ല. സ്തോത്രം. സ്ഥലവും സമയവും വാഗ്ദത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ദൈവകൃപയാൽ വാഗ്ദത്തമുള്ള എല്ലാവരും ദൈവത്തിൻ്റെ സീസൺസ് മനസ്സിലാക്കട്ടെ, ദൈവത്തിൻ്റെ ടൈമിംഗ് മനസ്സിലാക്കട്ടെ. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ.
ദൈവത്തിൻ്റെ ടൈമും ദൈവത്തിൻ്റെ സീസണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവത്തിൻ്റെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ദൈവിക സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയി പാർക്കരുത്. അതിനപ്പുറത്ത് ശമൂവേലിൻ്റെ കല്ലറ ഉള്ളതായ സ്ഥലമുണ്ട്. അതിനപ്പുറത്ത് സ്തോത്രം അതെ ബേത്ലഹേം എന്ന സ്ഥലമുണ്ട്. അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ ചെങ്കടലും അതുപോലെ എരിഹോ എന്ന സ്ഥലമുണ്ട്. നോ എരിഹോവിലല്ല നീ പാർക്കേണ്ടത്. സ്തോത്ര ഗലീലയിലല്ല നീ പാർക്കേണ്ടത്. ദൈവമായ കർത്താവ് യെരൂശലേം ആ പർട്ടിക്കുലർ സ്ഥലത്ത് അർത്ഥം നീ ജീവിക്കേണ്ടത് പോലെ ജീവിച്ചാൽ മാത്രമേ പ്രാപിക്കേണ്ടത് നിനക്ക് പ്രാപിപ്പാൻ തക്കണം കഴിയത്തുള്ളൂ. വേറൊരു വഴിയില്ല മക്കളെ. ജീവിക്കേണ്ടതുപോലെ അയൽവാസി പാടുന്ന പാട്ടും അയൽവാസി പറയുന്ന പറച്ചിലും മറ്റ് രക്ഷിക്കപ്പെടാത്തവൻ്റെ ലൈഫ് സ്റ്റൈലുമാണെങ്കിൽ നീ കേൾക്കും, പക്ഷെ നിനക്കത് കടക്കുവാൻ കഴിയത്തില്ല. പക്ഷേ പകരം ഈ പുസ്തകം പറയുന്നതായ ഒരു ലെവലുണ്ട്. അതനുസരിച്ച് ജീവിക്കുമ്പോൾ തലത്തിലേക്ക് ജീവിക്കുമ്പോഴാണ് കേട്ട വാഗ്ദത്തം നിനക്ക് പ്രാപിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. യെരൂശലേമിൽ തന്നെ നിങ്ങൾ പാർക്കണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെരൂശലേമിൽ തന്നെ നീ പാർക്കണം. സ്തോത്രം. യെരൂശലേം അവർ കാത്തിരുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 2:1-4 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അതനുസരിച്ച് അവർ യെരൂശലേമിൽ തന്നെ അവർ പാർത്തു. ആ യെരൂശലേമിൽ അവർ പാർത്തപ്പോൾ ഇതാ വരുന്നു പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഇതാ അവർ കാത്തിരുന്നതനുസരിച്ച് 10 ദിവസം അവിടെ പ്രാർത്ഥിച്ചതനുസരിച്ച് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് 120 പേരെ ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം നിറയ്ക്കുകയുണ്ടായി. 120 പേരെ പരിശുദ്ധാത്മാവ് സ്തോത്രം നിറയ്ക്കുകയുണ്ടായി. 120 പേർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നല്ല ലീഡേഴ്സായി, അനോയിന്റഡ് ലീഡേഴ്സായി, ദൈവത്തിൻ്റെ വചനം ഉള്ള ലീഡേഴ്സായി 120 പേർ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇതായിരുന്നു. 3000 പേർ സ്നാനപ്പെട്ട് സ്തോത്രം അതേ ആ സഭയിൽ ചേർന്നു. ഹല്ലേലൂയ. ഇന്ന് 3000 പേരുടെ സ്നാനം പലയിടത്തും നടക്കാത്ത, ലോകത്തെ പല സ്ഥലങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ സ്നാനപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് 3000 പേരുടെ സ്നാനം ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ സ്വർഗം ആദ്യം ഡിമാൻഡ് ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ആത്മനിർഭരമുള്ള സ്തോത്രം 120 പേർ ഉണ്ടാകട്ടെ. അവിടെ കരം ശുദ്ധമാണെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇന്നും വിളമ്പുവാൻ തക്കണം കഴിയത്തുള്ളൂ. മനസ്സിലാക്കുന്നവർ ആമേൻ പറ. ഞാൻ പറഞ്ഞ ചർച്ച് ഗ്രോത്ത് 120 പേർ പ്രാർത്ഥിക്കുന്ന ആത്മനിർവൃള്ള 120 പേരുടെ കയ്യിലാണ് കർത്താവ് 3000 പേരെ നൽകിയത്. സ്തോത്രം. 120 പിന്നെ ഒരു 3000, അത് കഴിഞ്ഞിട്ട് 5000. അവിടെ ഇതാ കർത്താവ് ചലിക്കുന്നു, യെരൂശലേമിൽ ചലിക്കുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ദൈവം നമ്മിൽ ചലിക്കട്ടെ. പെട്ടെന്ന് പറഞ്ഞേ, ദൈവം നമ്മിൽ ചലിക്കട്ടെ, ദൈവം നമ്മിൽ ചലിക്കട്ടെ. കർത്താവ് ചലിച്ചു പോയതല്ല നമുക്ക് വേണ്ടിയത്. അന്ന് അങ്ങനെയായിരുന്നു, 2016 അങ്ങനെയായിരുന്നു, 2012 അങ്ങനെയായിരുന്നു, 2009 അങ്ങനെയായിരുന്നു. നോ സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഇന്നലത്തെ നമ്മുടെ കിരീടങ്ങളെ നമുക്ക് താഴെ വെച്ച് ദൈവത്തിന്റെ കൃപയാൽ നാളത്തെ ചലനത്തിന് വേണ്ടി ഇന്ന് നമുക്കൊരുങ്ങാം. ഇന്നലത്തെ നമ്മുടെ കിരീടങ്ങളെ താഴെ വെച്ച്, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഇന്നലത്തെ നമ്മുടെ കിരീടങ്ങളെ താഴെ വെച്ച് നാളത്തെ ചലനത്തിനായി ഇന്ന് നമുക്ക് ഒരുങ്ങാം. നാളത്തെ ചലനത്തിനായി ഇന്ന് നമ്മളെ സ്തോത്രം അതേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുക്കാം. വേദപുസ്തകം പറയുന്നു സഹോദരങ്ങൾ, അങ്ങനെ 120, 3000, 5000 എന്ന് പറഞ്ഞ കർത്താവ് ചലിക്കുകയുണ്ടായി. പുരുഷന്മാരുടെ എണ്ണം തന്നെ യെരൂശലേം ചർച്ചിൽ 5000-ഓളമായി. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. വെയിറ്റ് എ മിനിറ്റ്. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ഞാൻ ഇവിടെ ഇത് കേട്ടിട്ടുണ്ട്. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. എക്സാക്ട്ലി കർത്താവ് യേശുവിൻ്റെ പരസ്യശുശ്രൂഷ വേളയിൽ പുരുഷന്മാരുടെ എണ്ണം ഏകദേശം 5000 ആയിരുന്നു. അർത്ഥം 35,000-ഓളം പേർ ഒരുമിച്ച് കൂടി വന്നതായ സഭയായിരുന്നു യെരൂശലേം ചർച്ച്. കാണാൻ നല്ല ചേരാണ്. 35,000 പേരുടെ ഒരുമിച്ചുള്ളതായ കൂടിവരവ് കാണാൻ നല്ല ചേരാണ്. ഇന്നലെ സ്തോത്രം 25,000 വിശ്വാസികളുള്ളതായ ഒരു സഭയുടെ ലീഡേഴ്സ് എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ അടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിലുള്ളതായ ഒരു നല്ല ചേർച്ച്. ഞാൻ ഈ സർവീസ് തുടങ്ങുന്നതിന് മുൻപ് സ്തോത്രം ഏകദേശം 8,000 പേരുടെ ഒരു പാസ്റ്റർ എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. നല്ല കാര്യം, മെഗാ ചർച്ചസ് നല്ല കാര്യം, സ്തോത്രം മെഗാ മൂവിനായി നല്ല കാര്യം. പക്ഷേ അതേ സമയത്ത് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കൊട്ടി പാടി ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കണം എന്നല്ല. നിങ്ങൾ എത്ര പേർ അതിന് ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ സ്തോത്രം 1,00,000 കൂടിയാലും നിങ്ങൾ 10,000 കൂടിയാലും നിങ്ങൾ ഒരിടത്ത് മാത്രം കൊട്ടിപ്പാടി പുതിയ നിയമത്തിൻ്റെ ഒരു ബാബേൽ ഗോപുരം പണിത് ഇരിക്കണം എന്നല്ല ദൈവം പറഞ്ഞത്. കർത്താവ് പറഞ്ഞത്, ഭൂമിയുടെ
ബാക്കി പറ, അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആയിത്തീരണം. ഒരിക്കൽ കൂടെ, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആയിത്തീരണം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവന് നോക്കി പറ, എനിക്കതിരില്ല. പെട്ടെന്ന് പറഞ്ഞ് എനിക്കതിരില്ല. ഈശോയെ, എനിക്കതിരില്ല. ഭൂമിയുടെ അറ്റം വരെയും നിന്നെ ദൈവം എവിടെയാണ് ഓടിക്കുന്നത്, ദൈവം നിന്നെ എവിടെയാണ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ഒരു പഞ്ചായത്തിൽ, ഒരു ജില്ലയിൽ നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. മാറി നില്ലട പിശാച്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ മതിൽ ചാടി കിടക്ക്. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. കാരണം നിന്റെ അഭിഷേകം ലോക്കലല്ല. ഓ, ഭൂമിയുടെ അറ്റത്തോളം ദൈവത്തിൻ്റെ സാക്ഷികൾ ആയിത്തീരണം. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികൾ ആയിത്തീരണം. സ്തോത്രം. ആ ലീഡേഴ്സ് ആകുന്ന അപ്പോസ്തലന്മാർ കേട്ടതാണ്. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരണം. അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരണം. പക്ഷെ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത് ആ അറ്റത്തോളം പോകണം എന്ന് പറഞ്ഞതായ ആ കർത്താവിൻ്റെ വിഷൻ മാറിയിട്ട് സ്വന്തം വിഷനിൽ അവരങ്ങ് ഒതുങ്ങിപ്പോയി. നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ വെല്ലുവിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾ കർത്താവിൻ്റെ വിഷനിലാണോ ജീവിക്കുന്നത്? നിങ്ങളുടെ വിഷനിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? കർത്താവിൻ്റെ വിഷനിൽ നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ സ്തോത്രം, നിങ്ങളൊരു പരാജയമായിരിക്കുക. കർത്താവിൻ്റെ വിഷനിൽ ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ചലനം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇതാ 5000 പേർ പുരുഷന്മാർ മാത്രം ഒരുമിച്ച് കൂടുന്നു. ഓൾമോസ്റ്റ് 35,000 ആൾക്കാർ യെരുശലേമിൽ ഒരുമിച്ച് കൂടുകയാണ്. സ്തോത്രം. മെഗാ ചർച്ചസ് വേണ്ട എന്ന് പറയുന്ന ആരേലും ഉണ്ടെങ്കിൽ 40 അടി നീളം 20 അടി വീതി എന്ന് പറയുന്ന ശവപ്പട്ടിയിൽ ഒതുങ്ങാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നോക്ക്, യെരുശലേം ചർച്ചിൽ മോർ ദാൻ 30,000 ആൾക്കാർ, 30,000-ലധികം ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കൊട്ടിപ്പാടി അവരുടെ കംഫർട്ട് സോണിൽ ഇരിപ്പാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. ഭൂമിയുടെ അറ്റത്തോളം നീ ഒഴുകുന്ന ഒരു നദിയായിരിക്കണം. അതാണ് ഇന്നത്തെ ദൂത്. ഭൂമിയുടെ അറ്റത്തോളം നീ ഒഴുകുന്ന നദിയായിരിക്കണം. നീ യെരുശലേമിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു കുളം ആകല്ല, നീ ഒഴുകുന്ന നദി ആയിരിക്കണം. കൊറോണ വന്നതോടെ ഒതുങ്ങിയ ആരൊക്കെയോ എന്നെ കേൾക്കുന്ന, കൊറോണ വന്നതോടെ സ്തോത്രം സാക്ഷ്യത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒതുങ്ങിയ ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ തെളിയിക്കണം, ഈ സാഹചര്യത്തിൽ എന്നെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല, എന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിക്കുന്ന നേരെ കരങ്ങളടിച്ചാട്, കൈയടിക്കണമെങ്കിൽ നേരെ കരങ്ങളടിച്ചാട്. ഹല്ലേലൂയ. തിങ്കളാഴ്ച മുതൽ പല ദൈവദാസന്മാർ നമ്മോടൊപ്പം ദൈവകൃപയാൽ ചേരുകയാണ്. APP മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ സ്തോത്രം, അത് ബീഹാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര പേര് APP മാത്യുവിനെ ഓർക്കുന്നുണ്ട്? ഡോക്ടർ APP മാത്യു. അദ്ദേഹം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രേയറിനും കടന്നു വന്നു. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ചില ചർച്ചസൊക്കെ ഉണ്ടാക്കാനായിട്ട് പൈസയൊക്കെ കൊടുത്ത നല്ല സാക്ഷ്യം. അത് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ സ്തോത്രത്തെക്കുറിച്ച് അദ്ദേഹം വന്നത് ഒരിക്കൽ കൂടെ ഓർക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഇടയായിത്തീരുന്നു. ഫാസ്റ്റർ APP മാത്യു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ മീറ്റിങ്ങിൻ്റെ കൺഫർമേഷൻ വിളിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ലോക്ക്ഡൗൺ ദിവസത്തിൽ 1600-ൽ-അധികം പേരെ അവർക്ക് സ്നാനപ്പെടുത്തുവാൻ ദൈവകൃപയാൽ കഴിഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതെ, ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ 1600-ൽ-അധികം പേരെ അവർ സ്നാനപ്പെടുത്തി. അടുത്തിരിക്കുന്നത് നോക്കി പറ, സഭയ്ക്ക് ലോക്ക്ഡൗൺ ഇല്ല, സഭയ്ക്ക് ലോക്ക്ഡൗൺ ഇല്ല, സഭയ്ക്ക് ലോക്ക്ഡൗൺ ഇല്ല, സഭയ്ക്ക് ലോക്ക്ഡൗൺ ഇല്ല. ഇൻ ജീസസ് നെയിം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ചലനം ഭൂമിയുടെ അറ്റം വരെയും നിന്നിലൂടെ എന്നിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സകല ദൈവദാസന്മാർക്കുള്ള വിളി ഇതാണ്: നീ ഒരു കുളമല്ല, നീ ഒരു നദിയാണ്. ഭൂമിയുടെ അറ്റം വരെയും നീ ദൈവകൃപയാൽ ഒഴുകുന്ന ഒരു നദിയായിരിക്കണം. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 7:37 38 വായിക്കുമ്പോൾ, സ്തോത്രം, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജലത്തിൻ്റെ നദികൾ
ഒഴുകുക. ഒരിക്കൽ കൂടെ, എന്നിൽ വിശ്വസിക്കുന്നെന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജലത്തിൻ്റെ നദികൾ ഒഴുകും. ഒരിക്കൽ കൂടെ ആ വാക്യം ആവർത്തിച്ച് പറഞ്ഞാട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ബാക്കി എന്താ? ജീവ ജലത്തിൻ്റെ നദികൾ ഒഴുകുക. ജീവജലത്തിൻ്റെ നദി എന്നല്ല, സിംഗുലർ അല്ല പറഞ്ഞിരിക്കുന്നത്, നദികൾ. അതിൻ്റെ അർത്ഥം ടീച്ചിങ് ആയി മാത്രമായിട്ടല്ല, പ്രീച്ചിങ് ആയി മാത്രമായിട്ടല്ല, പ്രൊഫസി എന്ന് മാത്രമല്ല, അതേ പ്രവചനമെന്ന് മാത്രമല്ല. നദികൾ ദൈവത്തിൽ എന്തൊക്കെ ഉണ്ടോ, ദൈവത്തിൽ എന്തൊക്കെ ഉണ്ടോ, ഞാൻ വീണ്ടും പറയും, ദൈവത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ നിന്നിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലണം. കർത്താവിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ ഒഴുകുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്നാരോ ഒന്നിനു വേണ്ടിയാണ് ചോദിക്കുന്നത്, കർത്താവേ എനിക്ക് പ്രവചനം മാത്രം തരണമേ. അല്ലെങ്കിൽ ആരോ ചോദിക്കുന്നത്, എനിക്ക് രോഗശാന്തി മാത്രം തരണമേ. അല്ലെങ്കിൽ കർത്താവ് വേർഡ് ഓഫ് വിസ്ഡം മാത്രം എനിക്ക് തരണമേ. എന്നാൽ ഇന്ന് രാത്രി സ്തോത്രം, നിന്റെ ജീവിത വസ്ത്രം വെയ്യുന്ന, നിന്റെ ജീവിത വസ്ത്രം നെയ്യുന്ന നെയ്ത്തുകാരൻ നിന്റെ അടുക്കൽ ഇറങ്ങി നിന്ന് പറയുന്നു, നിന്റെ കോട്ട് സിംഗിൾ കളറല്ല, നിന്റെ കോട്ട് മൾട്ടി കളറാണ്. യാക്കോബ് യോസെഫിന് കൊടുത്തതായ കോട്ട്, സ്തോത്രം, യോസെഫിന് യാക്കോബ് കൊടുത്തതായ അങ്കി സിംഗിൾ കളറല്ല. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു എ കോട്ട് ഓഫ് മെനി കളേഴ്സ്. അർത്ഥം, ഒരു സിംഗിൾ കളറായിട്ടല്ല നീ ഒഴുകുവാൻ വേണ്ടി പോകുന്നത്. സ്വർഗത്തിന് സ്റ്റോർ ഹൗസിൽ എന്തൊക്കെയുണ്ടോ അത് സകലതും, അയ്യോ വേണ്ടയോ, സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. സ്വർഗത്തിൻ്റെ സ്റ്റോർ ഹൗസിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നദികൾ ഒഴുകണം. ഭൂമിയുടെ അറ്റം വരെയും സ്തോത്രം നദികൾ ഒഴുകണം, നദിയായി അത് ഒഴുകണം. നിങ്ങൾ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമില്, യഹൂദയില്, ശമരിയയില്, ഭൂമിയുടെ അറ്റം വരെയും എൻ്റെ സാക്ഷികൾ ആകണം. ഇതാണ് കർത്താവിൻ്റെ വിഷൻ. എല്ലാ ദ്വീപുകളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സഭ സുവിശേഷമായി കടന്നു ചെല്ലണം. അർത്ഥം വളരെ കൃത്യമായി പറ. സഭ ഒരു കുളമല്ല, സഭ ഒരു നദിയാണ്. സഭ ഒരു കുളമല്ല, സഭ ഒരു നദിയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ നദിയാണ്. പറഞ്ഞാട്ടെ, ഞാനൊരു കുളമല്ല, ഞാനൊരു നദിയാണ്. ഓ സ്തോത്രം. വേറെ ആരുമായി എനിക്കൊരു കണക്ഷൻ ഇല്ല, വേറെ ആരുമായി എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്നെ മാത്രം വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കുളത്തിൽ നിന്ന് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഒഴുകുവാനായി ഒരുങ്ങിക്കോ. ഇൻ ജീസസ് നെയിം. ആയിരങ്ങളിലേക്ക് ചലിക്കുന്ന പ്രാണികളെ ഉളവാക്കുവാൻ തക്കവണ്ണം ജീവജലത്തിൻ്റെ ചാനലുകളുമായി ദൈവത്തിൻ്റെ ജനം ഒഴുകുവാനായി ദൈവകൃപയാൽ മുന്നോട്ടിറങ്ങട്ടെ. ഹല്ലേലൂയ. ജീവജലത്തിൻ്റെ നദി ഒഴുകട്ടെ, നദി ഒഴുകട്ടെ. കമാൻ, രണ്ട് കരങ്ങളെ ഉയർത്തി എല്ലാവരും ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മനിറവിൽ എല്ലാവരും അന്യഭാഷകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Come on, pray in the Holy Ghost. നദികൾ ഒഴുകട്ടെ, നദികൾ ഒഴുകട്ടെ, നദികൾ ഒഴുകട്ടെ. രണ്ട് കരങ്ങൾ ഉയരണം, വായ്കൾ തുറക്കണം, ശബ്ദം ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഭൂമിയുടെ അറ്റം വരെയും, ഭൂമിയുടെ അറ്റം വരെയും, ഭൂമിയുടെ അറ്റം വരെയും നദികളെ ക്രോസ് ചെയ്യട്ടെ, പർവ്വതങ്ങളെ ക്രോസ് ചെയ്യട്ടെ, ഭാഷകളെ ക്രോസ് ചെയ്യട്ടെ. ഹല്ലേലൂയ. നോ മോർ ലോക്കൽ ചർച്ച്. ദൈവസഭ ലോക്കൽ അല്ല, ദൈവസഭ ഇന്റർനാഷണൽ ആണ്. ദൈവസഭ ലോക്കൽ അല്ല, നദികളെ പോലെ ഇൻ ജീസസ് നെയിം പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, സംസ്ഥാനങ്ങളിലേക്ക് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമാറാകട്ടെ. വായു തുറന്ന് ദൈവത്തെ ആരാധിക്കുക. നിറയ്ക്കും കർത്താവേ, നിറയ്ക്കും കർത്താവേ. എല്ലാ സഹോദരന്മാരെ നിറച്ചാട്ടെ, എല്ലാ യുവതികളെ നിറച്ചാട്ടെ, എല്ലാ യുവാക്കളെ നിറച്ചാട്ടെ. നദികളായി ഒഴുകുമാറാകട്ടെ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഓ നിറയട്ടെ, നിറയട്ടെ. ഈ സർവീസിന്റെ അവസ്ഥ മാറുന്നു, ഈ സർവീസിന്റെ ലെവൽ മാറുന്നു. ഇൻ ജീസസ് നെയിം. ഭൂമിയുടെ അറ്റം വരെ, ഭൂമിയുടെ അറ്റം വരെ, ഭൂമിയുടെ അറ്റം വരെ. അലാസ്ക, സ്തോത്രം. അതേ, നോർത്ത് പോൾ, സൗത്ത് പോൾ, സ്കാൻഡിനേവിയൻ നേഷൻസ്, ആഫ്രിക്ക, ഹല്ലേലൂയ, ജപ്പാൻ, കൊറിയ, നോർത്ത് കൊറിയ, സൗദി അറേബ്യ, ഓഷ്യാനിക് നേഷൻസ്, ഹല്ലേലൂയ, യൂറോപ്പ്, സ്കാൻഡിനേവിയൻ നേഷൻസ്, സ്തോത്രം, ലാറ്റിൻ അമേരിക്ക, ഹല്ലേലൂയ, സകല ദ്വീപുകൾ ഒഴുകട്ടെ, നദികൾ ഒഴുകട്ടെ, നദികൾ ഒഴുകട്ടെ, നദികൾ ഒഴുകട്ടെ. ജീവജല നദികൾ ഒഴുകട്ടെ. നിന്റെ നിയോഗം അതാണ്, നിന്റെ വിളി അതാണ്. ആ അഭിഷേകമാണ് നിന്റെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഭൂമിയുടെ അറ്റം വരെയും,
ഭൂമിയുടെ അറ്റം വരെയും, ഭൂമിയുടെ അറ്റം വരെയും. യെസ് ലോർഡ്, യെസ് ലോർഡ്. അതിൻ്റെ ഉറവകൾ തുറക്കട്ടെ. ഭൂമിയുടെ അറ്റം വരെയും, ഭൂമിയുടെ അറ്റം വരെയും, ഭൂമിയുടെ അറ്റം വരെയും ഒഴുകണം, 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 ഒഴുകണം. പക്ഷെ ഒരു സ്ഥാനഭ്രംശം അവർക്ക് സംഭവിക്കുകയുണ്ടായി. കേൾക്കുക, ഞാൻ നിർത്തി. സ്തോത്രം. ഒരു സ്ഥാനം, ഇവരെ ഭൂമിയുടെ അറ്റം വരെയും പോകണമെന്ന് കേട്ടവരായിരുന്നു ഈ 12 അപ്പോസ്തലന്മാർ. അവന്മാർ വിട്ടില്ല. അവർക്ക് 12 സിംഹാസനം ഉണ്ടായിരുന്നു കുഞ്ഞെ. ആ കസേര അവർ വിട്ടില്ല. അതിനിടയ്ക്ക് സഭ ചെതറി കേട്ടോ. സ്തേഫാനോസിന്റെ മരണത്തോടെ, സ്തേഫാനോസിന്റെ മരണത്തോടെ ദൈവത്തിന്റെ സഭ ചെതറി, ദൈവത്തിന്റെ സഭ ചെതറി. ചിതറിപ്പോയവർ വചനം പറഞ്ഞു, ചിതറിപ്പോയവർ വചനം പറഞ്ഞു, ചിതറിപ്പോയവർ ആ തീയും കൊണ്ട് സ്തോത്രം അവർ സഞ്ചരിച്ചു. ചിതറിപ്പോയവർ സ്തോത്രം യെരൂശലേമിൽ നിന്ന് യഹൂദിയയിലേക്ക്, യഹൂദിയിൽ നിന്ന് ശമരിയിലേക്ക് ചിതറിപ്പോയവർ സഞ്ചരിച്ചു. സ്തോത്രം. പക്ഷേ ഈ 12 അപ്പോസ്തലന്മാരുണ്ടല്ലോ, അവർ യെരൂശലേമിൽ തന്നെ ഇരുന്നു. പുസ്തകം എങ്ങനെ പറയുന്നു? അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ, വീണ്ടും അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ സ്തോത്രം, അതെ, അവർ യെരൂശലേം വിട്ട് ചിതറിപ്പോയി. അപ്പോസ്തലന്മാർ പോയില്ല, അവർ കസേര കളിച്ചിരുന്നു. ഇന്നും ഈ ഡിസംബർ മാസത്തിൽ, അടുത്ത മാസത്തിലെ ഇലക്ഷന് വേണ്ടി ഇപ്പോഴേ ചരടുവലി തുടങ്ങിയിട്ടുള്ളവർ എല്ലാവരും മനസ്സിലാക്കുക, ഇത് ഭദ്രാസനത്തിന്റെ സിംഹാസനത്തിന്റെ സീസൺ അല്ല, ഇത് ദൈവത്തിന്റെ മിഷന്റെ സീസൺ അത്രേ. കോടികളും ലക്ഷങ്ങളും ഒരുക്കി കസേര ഉറപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന മുതലാളിമാർ ഹല്ലേലൂയ കസേരകളെ എല്ലാം മുറിച്ചെടുത്ത് ക്രൂശാക്കി കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി മുന്നോട്ടിറങ്ങട്ടെ. ഹല്ലേലൂയ. സ്തോത്ര. അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ അവർ ചിതറിപ്പോയി, അവർ ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയവർ സ്തോത്രമത്തെ മറ്റ് സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചാണ് ഒരു അന്തോക്യയിൽ ദൈവത്തിൻ്റെ കൃപയാൽ സുവിശേഷം എത്തിയത്. അന്തോക്യ വേദപുസ്തകത്തിൽ അതിനു മുൻപ് അത് എഴുതപ്പെട്ട ഒരു സ്ഥലമല്ല. അന്തോക്യ സ്തോത്രം അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത സ്ഥലമാണ് അന്തോക്യ. അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലമാണ് അന്തോക്യ. പരിചയമില്ലാത്ത സ്ഥലമാണ് അന്തോക്യ. ഞാൻ ഇത്രയും 3 പ്രാവശ്യം അന്തോക്യ അങ്ങ് സ്തോത്രം അത് ഹൈലൈറ്റ് ചെയ്തത് പാത്രിയാർക്കീസിനെയോ യാക്കോബയോ ഉയർത്താനോ കത്തോലിക്കനെ താഴ്ത്താനോ ഒന്നുമല്ല. മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാകാതെ തന്നെ ഇരിക്കട്ടെ. സ്തോത്രം അതെ. പക്ഷേ അന്തോക്യയെ ഞാൻ ഭയങ്കരമായി ഹൈലൈറ്റ് ചെയ്തത് ഈ അന്ത്യകാലത്ത് പരിചയമില്ലാത്ത കുടുംബങ്ങൾ, കേട്ടിട്ടില്ലാത്ത സഹോദരന്മാർ, പ്രതീക്ഷിക്കാത്ത സഹോദരിമാർ, ചിന്തിക്കാത്ത ദേശങ്ങൾ ഉണർവിൻ്റെ താക്കോലുമായി കുതിക്കുന്നത് ദൈവകൃപയാൽ ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ, പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങളെ, പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളെ, പ്രതീക്ഷിക്കാത്ത സ്തോത്രമതെ ദേശങ്ങളെ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഉണർവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. ഈ അന്തോക്യയിൽ ഒരു കാര്യം നടന്നു സഹോദരങ്ങളെ. 12 അധ്യായം വരെ യെരൂശലേം കേന്ദ്രീകരിച്ചായിരുന്നു സകല ചലനങ്ങൾ നടന്നത്. പക്ഷെ അന്തോക്യയിൽ ഇതാ ഒരു ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണ്. അന്തോക്യയിൽ ഒരു ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നമ്മെ പോലെ തന്നെ. പെട്ടെന്ന് പറഞ്ഞേ, നമ്മെ പോലെ തന്നെ, നമ്മെ പോലെ തന്നെ. അടുത്ത് വേറൊരാളിനെ കൂടെ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങളെപ്പോലെ തന്നെ. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളെപ്പോലെ തന്നെ. അവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണ്. കാരണം എവിടെ ഉപവാസം കൂടെ വസിക്കോ, എവിടെ കൂടെ വസിപ്പാൻ ജനം മുന്നോട്ട് വരുമോ, എവിടെ ഉപവാസമുണ്ടോ എവിടെ കൂടെ വസിപ്പാൻ ജനം വരുമോ. മോശ ഉപവസിപ്പാൻ സ്തോത്രം അതി മുന്നോട്ട് വന്നപ്പോൾ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ കൂടെ വസിപ്പാൻ ആരാണോ മുന്നോട്ടിറങ്ങുന്നത്, സ്തോത്രം, നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിപ്പാൻ ആരാണോ ഉള്ളത്, അവിടെ അടുക്കൽ ഇന്നും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. വേദപുസ്തകം പറയുന്നു 13:1 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ 5 പേർ അന്തോക്യ സഭയിൽ, ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്കിയാസ്, ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാർ 5 പേർ അവിടെ ഇതാ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരുന്നു. അവർ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും എന്ന് വേദപുസ്തകം പറയുന്നു. ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാർ, ദാറ്റ് മീൻസ് ടീച്ചേഴ്സ്. സോ ടീച്ചേഴ്സിൻ്റെയും പ്രോഫറ്റ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സഭ ഒരിക്കലും ഒരു സിംഗിൾ മാൻ പെർഫോമൻസിലല്ല തുടർന്നുള്ള ദിവസങ്ങൾ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും, അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ അവിടെ ഒരുമിച്ച് നിൽക്കുന്നു. ഇനി ഒറ്റയ്ക്കല്ല ദൈവസഭ മുന്നോട്ട് പോകുന്നത്, ഒരു കൂട്ട ഓട്ടത്തിന് വേണ്ടി ദൈവത്തിന്റെ സഭയെ കർത്താവ് വിളിക്കുന്നു. എത്ര പേർ ആമേൻ പറയുന്നു?
അവരെവിടെ ഇതാ സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹെരോദാവിനോട് കൂടെ നടന്ന മനായേൽ, അർത്ഥം അവന് രാജകുടുംബത്തിൽപ്പെട്ടവനാണ് മനായേൽ. ദൈവത്തിൻ്റെ ഉണർവിൻ്റെ ചലനം ചലിക്കുന്നതായ സമയത്ത് സാധാരണ വ്യക്തികൾ മാത്രമല്ല സ്തോത്രം സ്പർശിക്കപ്പെടുന്നത്, കൊട്ടാരങ്ങളിലിരിക്കുന്ന റോയൽ ഫാമിലീസിൽപ്പെട്ടവർ പോലും ദൈവകൃപയിൽ കടന്നു വരും. ഹല്ലേലൂയ. ദൈവത്തിന് ആരെയും സ്പർശിപ്പാൻ കഴിയും. വിശ്വസിക്കുന്ന ആമേൻ പറയോ. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ വളർന്നതായ റോയൽ ഫാമിലിയിൽപ്പെട്ടതായ ഒരു മനായേൽ, സ്തോത്രം. അതേ പല വ്യക്തികളുണ്ട്, അവരെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് പറയാൻ എൻ്റെ മുമ്പിൽ നേരെയില്ലല്ലോ. അന്ത്യോക്യ സഭയിൽ ബർന്നബാസ് എന്ന് പറയുന്ന ഒരുവൻ, സ്തോത്രം, ഇതാ അവനും കയറിയിരുന്ന് ഉപവസിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സാധാരണ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയുമ്പോൾ, ഉപവാസം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സഭായമാണെങ്കിൽ ഞായറാഴ്ചയാണെങ്കിൽ സഞ്ചിയും കൊണ്ടാണ് ജനം വരുന്നത്. പക്ഷേ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചാക്കം കൊണ്ടാണ് ജനം വരുന്നത്. കൂടുതൽ പ്രാപിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനം സ്തോത്രം പലപ്പോഴും കടന്നു വരുന്നത്. സഞ്ചി വീട്ടിൽ വെച്ചിട്ട് ചാക്കം കൊണ്ടുവന്നവർക്കായി സ്തോത്രം. പക്ഷേ ഞാൻ പറയട്ടെ, കാരണം ജനം അങ്ങനെ പറയും, ഉപവസിച്ചാണ് ഞങ്ങൾ കൂടുതൽ പ്രാപിച്ചത്. നത്തിങ് റോങ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് വന്നിരുന്നവരല്ല ഇവർ, കൂടുതൽ കൊടുത്തവരാണ് ഈ ഇരുന്ന പാർട്ടികൾ മുഴുവൻ. സ്തോത്രം. ബർന്നബാസ്, ഫോർ എക്സാമ്പിൾ, ബർന്നബാസ് എന്ന് പറയുന്നവൻ അവനൊരു പുരോഹിതനായിരുന്നു. അതിൻ്റെ കഴിഞ്ഞ അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ബർന്നബാസ് എന്ന് പറയുന്നവൻ തനിക്കുണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ വിറ്റ് അപ്പോസ്തലന്മാരുടെ പാദത്തിൽ സഭയിൽ കൊണ്ടുവന്ന് വെച്ച്, സ്തോത്രം, എന്ത് കിട്ടും എന്ന് പറഞ്ഞവരല്ല, തനിക്കുള്ളത് മുഴുവൻ ചോർത്തിക്കളഞ്ഞ, തനിക്കുള്ളത് മുഴുവൻ ഒഴുക്കിക്കളഞ്ഞവനായിരുന്നു ഈ ബർന്നബാസ്. കണ്ടോ, ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒറ്റ എണ്ണം സ്വതന്ത്രം പറയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ കേട്ട സുവിശേഷമല്ല ഇത് ചാക്കല്ല, ഇത് സഞ്ചിയല്ല. ഇത് ചാക്കല്ല, ഇത് സഞ്ചിയല്ല. ദൈവം നിങ്ങളുടെ ചാക്കിൽ കയറത്തില്ല, ദൈവം നിങ്ങളുടെ സഞ്ചിയിൽ ഇരിക്കത്തുമില്ല. ഇത് ചാക്കും സഞ്ചിയുമല്ല. ഇങ്ങ് പോരട്ടെ. നോ, ഇതല്ല. സ്തോത്രം. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ പോറൗട്ട് ചെയ്തവനായിരുന്നു ബർന്നബാസ്. സ്തോത്രം. എവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചരിത്രപരമായി ഇറങ്ങി നിൽക്കുന്നത്? എവിടെയാണ് സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്? കേക്ക് എൻ്റെ ഉണ്ടക്കണ്ണിലേക്ക് എല്ലാവരും നോക്കിയാട്ടെ. തങ്ങളുടെ ജീവിതത്തെ പോറൗട്ട് ചെയ്യുന്നവർക്ക്, തൻ്റെ ജീവിതത്തെ പോറൗട്ട് ചെയ്യുന്നവർ, തൻ്റെ ജീവിതത്തെ ഒഴുക്കുന്നവർ, ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമെന്ന് അപ്പോസ്തലൻ പറഞ്ഞില്ലേ? ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമെന്നതുപോലെ ഉടഞ്ഞ പാത്രത്തിൽ ഒഴുക്കുന്നവരിലേക്കാണ് ദൈവം കൈനീട്ടി എടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ രണ്ടുപേരെങ്കിലും, ഈ ഹാളിൽ ഇരിക്കുന്ന രണ്ടുപേരെങ്കിലും അതേ ഒന്ന് ഒഴുക്കി നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ, നിന്നെ ഒരു നദി പോലെ ഒഴുകുന്നവൻ, വറ്റാത്ത ഉറവയായി നദി പോലെ ഒഴുക്കുന്നവനായി കർത്താവ് നിന്നെ നിർത്തുമാറാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ ഒഴുകട്ടെ. ബർന്നബാസേ, നീ ഇന്നലകളിൽ നിനക്കുള്ള മുഴുവൻ ഒഴുക്കിയത് കൊണ്ട്, ഇന്നലകളുള്ള മുഴുവൻ ഒഴുക്കിയിട്ട് അവനിതാ വന്ന് ഉപവസിക്കാൻ ഇരിക്കുകയാണ്. ജീവിതത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും സ്തോത്രം അതേ ഒഴുക്കാതെ കൊണ്ട്, നോ, അങ്ങനെയല്ല. ജീവിതത്തിലുള്ള സകലത ഒഴുക്കിയിട്ട് അവനിതാ വന്നിരുന്ന് ഉപവസിക്കുകയാണ്. അവരിതാ വന്നിരുന്ന് ഉപവസിക്കുമ്പോൾ കേക്ക് യെരൂശലേമിൽ നോക്കുമ്പോൾ, യെരൂശലേമിൽ ദൈവത്തിൻ്റെ വിഷനിൽ നിന്നവർ വ്യതിചലിച്ചു. വായ്. കാരണം 12 പേർ കസേര കളിച്ച് അവിടെ ഇരിക്കുകയാണ്. 12 പേർ പൊളിറ്റീഷ്യൻസ്. സ്തോത്രം. കസേര കളിച്ച് പൊസിഷനാണ് അവർക്ക് വലുത്. അവർക്ക് കർത്താവല്ല വലുത്, അവർക്ക് മിഷനല്ല വലുത്. കേക്ക്. അവർക്ക് കർത്താവല്ല വലുത്, അവർക്ക് മിഷനല്ല വലുത്, തങ്ങളുടെ സ്ഥാനമാണ് വലുത്. സ്ഥാനം കളിക്കുന്നവരൊന്നുമുണ്ട്. തങ്ങളുടെ സ്ഥാനമാണ് വലുതെന്ന് പറഞ്ഞ് കസേര പിടിച്ച് ആണ് അവരവിടെ ഇരുന്നത്. സ്തോത്രം. അവർ കസേര കളിച്ചിരുന്നപ്പോൾ കേക്ക്, ദിസ് ഈസ് ഡേഞ്ചറസ്. കസേര കളിച്ചിരുന്നപ്പോൾ യെരൂശലേമിൽ നിന്ന മഹത്വം ആരോരും പ്രതീക്ഷിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരു പ്രവാചകനും പറയാത്ത, ആരും ചിന്തിക്കാത്ത, അപ്രസക്തമായ, അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് യെരൂശലേമിൽ നിന്ന് മഹത്വം ഷിഫ്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ചലനം ഷിഫ്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ മഹത്വം മീൻസ് ദൈവത്തിൻ്റെ ചലനം ഷിഫ്റ്റ് ചെയ്തു. പിന്നെ യെരൂശലേം ചർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് വായിപ്പാൻ കഴിയത്തില്ല. പിന്നെ യെരൂശലേം ചർച്ചിൻ്റെ ചലനം നിന്നുപോയി. സഹോദരങ്ങളെ, മിഷൻ അനുസരിച്ച് പലരും മുന്നോട്ട് കുതിക്കാത്തത് കൊണ്ട്, വിളി അനുസരിച്ച് പലരും മുന്നോട്ട് പോകാത്തത് കൊണ്ട്, ദൈവം അവരെ അഭിഷേകം ചെയ്തത് അനുസരിച്ച് അവർ മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവർക്ക് ചലനം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എഴുതിയിട്ട് കാണാതെ പഠിക്ക്. ദൈവം ചലിക്കുന്നത്
അനുസരിച്ച് ചലിക്കുക. ഒരിക്കൽ കൂടെ, ദൈവം ചലിക്കുന്നത് അനുസരിച്ച് ചലിക്കുക. ദൈവം ചലിക്കുന്നത് അനുസരിച്ച് ചലിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ചലനം നിനക്ക് മിസ് ചെയ്യുക. ദൈവം ചലിക്കുന്നതനുസരിച്ച് നീ ചലിച്ചില്ലെങ്കിൽ, ദൈവം ചലിക്കുന്നതനുസരിച്ച് നീ ചലിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ചലനം നിനക്ക് മിസ് ചെയ്യും. 1960 ചലിച്ചിട്ട് ഇന്ന് സ്റ്റാഗ്നൻ്റായ ആരോ എന്നെ കേൾക്കുന്നു. 70 ചലിച്ചു, 80 ചലിച്ചു. പക്ഷേ ആ ചലനം അനുസരിച്ച് നീ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് നീ എന്നീ ഒരു കാട്ടുതീയായനെ, ഒരു ചരിത്രമായനെ. കം ബാക്ക് ടു ദ ഫസ്റ്റ് ലവ് ഇൻ ജീസസ് നെയിം. എവിടെ നിന്നാണോ ദൈവത്തിൻ്റെ ചലനം നിനക്ക് നഷ്ടപ്പെട്ടത്, അത് നോർത്ത് ഇന്ത്യയിലാണോ, അത് സൗത്ത് ഇന്ത്യയിലാണോ, എവിടെയാണോ ദൈവത്തിൻ്റെ ചലനം, സ്തോത്രം, അതേ നിനക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് പോലും ദൈവദാസന്മാർ ഇന്ത്യയിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ പ്രോസ്പെരിറ്റിയും കംഫർട്ട് സോണും വിട്ടിട്ട് മിഷൻ ഫീൽഡുകളിലേക്ക് ജനം മടങ്ങി വരുമാറാകട്ടെ. വിളിയുള്ള കുടുംബങ്ങൾ മടങ്ങി വരട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. ഈ പട്ടണത്തിലെ നല്ല ആഹാരം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഈ ലോകത്തിലെ നല്ല ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ അത് ഇല്ലാഞ്ഞിട്ടല്ല, അത് ഉണ്ടായിട്ട് ഞങ്ങൾ മാറ്റിവെച്ച് ദൈവത്തോട് പറയുന്ന, കർത്താവേ ഒഴുകണമേ, ഒഴുകണമേ, നദി ഒഴുകണമപ്പാ, നദി ഒഴുകണമേ, ഭൂമിയുടെ അറ്റം വരെയും നദി ഒഴുകണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയത് കസേരയല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് കസേരയല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് ആഹാരമല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് പൈസയല്ല. ഹല്ലേലൂയ. നാളെ ബ്രദർ സുരേഷ് ബാബു സ്തോത്രം വോട്ടിന് ഏതെങ്കിലും സംഘടനയിൽ നിൽക്കുന്നെങ്കിൽ ദയവായി എനിക്ക് വോട്ടിടരുത് എന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നാളെ ബ്രദർ സുരേഷ് ബാബു ഏതെങ്കിലും പൊസിഷന് വേണ്ടി വോട്ടിന് നിൽക്കുന്നെങ്കിൽ ദയവായി എൻ്റെ അഭിഷേകം കളയുന്ന, ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന വോട്ട് എനിക്ക് തരല്ലെന്ന് എല്ലാ ദൈവമക്കളോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈ ഹാളിൽ ഇരിക്കുന്നവരോടല്ല, സ്തോത്രം, അത് എല്ലാ ദൈവമക്കളോടും. കാരണം നമുക്കിവിടെ വോട്ടില്ല, നമുക്കിവിടെ സെലക്ഷനേ ഉള്ളൂ, നമുക്കിവിടെ എലക്ഷൻ ഇല്ല. നമുക്കൊരു കാലത്തെ ക്രൈസ്റ്റ് സെന്ററിന് എലക്ഷൻ ഇല്ല. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. എവിടെ നിന്നാണ് ദൈവത്തിൻ്റെ ചലനം നിനക്ക് നഷ്ടപ്പെട്ടത്? എവിടെയാണ് സ്തോത്രം ദൈവിക ഉണർവ് നിനക്ക് നഷ്ടപ്പെട്ടത്? ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് എന്തിനെന്നറിയോ? നിന്റെ കംഫർട്ട് സോണിൽ നീ കസേര കളിച്ച് നിന്റെ യെരൂശലേമിൽ ഇരിക്കാനല്ല, ഭൂമിയുടെ അറ്റം വരെയും നീ ഓടുവാനാണ്. എന്നാൽ സ്തോത്രം, നീ ഓടാത്തത് കൊണ്ട്, നീ കസേര കളിച്ചത് കൊണ്ട് പ്രാവ് പോയി, നദി നിന്നിൽ നിന്ന് ഒഴുകിപ്പോയി, അതേ മഞ്ഞൾ നിന്നിൽ നിന്ന് മാറിപ്പോയി, തീ നിന്നിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു പോയി. ഓ സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിൽ നിന്ന് വിട്ടുപോയി. ഇന്ന് പകൽക്കാലം പണ്ടുണ്ടായിരുന്നു ബ്രദർ, ഇന്ന് പോയി ബ്രദർ. പണ്ട് സ്തോത്രം ജ്വലിച്ചു ബ്രദർ, ഇന്ന് അണഞ്ഞു പോയെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഇൻ ജീസസ് നെയിം ഹല്ലേലൂയ. സ്തോത്രം, എവിടെ നിന്നാണോ കർത്താവ് നിന്നിൽ നിന്ന് പോയത് അവിടേക്ക് മടങ്ങി വന്നാട്ടെ, ഒരുക്കത്തോടെ മടങ്ങി വന്നാട്ടെ. ഇതാ പോറൗട്ട് ചെയ്ത്, തങ്ങളെ തന്നെ ഒഴുക്കി, തന്നെ പോറൗട്ട് ചെയ്ത് 5 പേരിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നാട്ടെ, 5 പേർ ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് പുസ്തകം പറയുന്നത്? They were ministering to the Lord and praying. അവർ ദൈവത്തിന്, കർത്താവിനെ ശുശ്രൂഷിച്ച്, കർത്താവിനെ ആരാധിച്ച്, they were ministering to the Lord and fasting. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് അവർ ഉപവസിക്കുമ്പോൾ, കർത്താവിനെ ശുശ്രൂഷ ചെയ്ത്, അർത്ഥം കർത്താവിനെ തൃപ്തിപ്പെടുത്തുകയാണ്, കർത്താവിനെ തൃപ്തിപ്പെടുത്തുകയാണ്, സ്തുതിച്ച് സ്തോത്രം ചെയ്ത് കർത്താവിനെ തൃപ്തിപ്പെടുത്തുകയാണ്. എത്ര പേർക്ക് ഈ തലമുറകൾ കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുക? ഓ മനുഷ്യനെയല്ല, കർത്താവിനെ തൃപ്തിപ്പെടുത്തുവാൻ. കമാൺ, കരങ്ങളെ ഉയർത്തി കർത്താവിനെ തൃപ്തിപ്പെടുത്തിയാട്ടെ, കർത്താവിനെ ശുശ്രൂഷിച്ചാട്ടെ, കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, 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 അതുവരെ ദൈവസഭ കേട്ടിട്ടില്ലാത്ത, അതുവരെ ദൈവസഭ കണ്ടിട്ടില്ലാത്ത, അതുവരെ ദൈവസഭയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര നിയോഗം കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി, ജനത്തിന് മേൽ കടന്നു വരുന്നു. സ്തോത്രം. കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ. സ്തോത്രം. ശൗലിനെയും ബർന്നബാസിനെയും സ്തോത്രം, അത് ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായി അവരെ എനിക്ക്
വേർതിരിപ്പിൻ. മിഷണറി യാത്രയ്ക്കായി അതുവരെ സഭയിൽ മിഷണറി യാത്രകളുണ്ടോ? നോ. സ്തോത്രം. അതെ പത്രോസ് സ്തോത്രം കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയ വേഗതയിൽ തന്നെ തിരിച്ചു വന്നു. എന്നാൽ സ്തോത്രം ചർച്ചസ് സ്ഥാപിപ്പാൻ ഇതാ സ്തോത്രം മിഷണറി ട്രിപ്പിനായി അതുവരെ സഭ കേട്ടിട്ടില്ലാത്ത പ്രവചന ദൂത് ദൈവസഭയിൽ വെളിപ്പെടുകയാണ്. ഈ ഫസ്റ്റ് സെഷനിൽ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഇതുവരെ സഭ കേട്ടിട്ടില്ലാത്ത നിയോഗങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ സഭ കേട്ടിട്ടില്ലാത്ത നിയോഗം ദൈവത്തിന്റെ സഭയുടെ മേൽ വെളിപ്പെടുകയാണ്. അതുവരെ സഭ കേട്ടിട്ടില്ലാത്തത് സ്തോത്രം ബർന്നബാസിനെ, ശൗലിനെ, അതേ സ്തോത്രം തങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഒഴുക്കിയവരെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ചേർത്ത് വയ്ക്കുന്നവരെ കുറിച്ചല്ല കർത്താവ് പറയുന്നത്. കച്ചവടക്കാരെ കുറിച്ചല്ല പറയുന്നത്. നീക്കിയിരിപ്പിന്റെ ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത്. പോറൗട്ട് ചെയ്ത രണ്ടുപേര്, ഒന്ന് ബർന്നബാസ്, മറ്റൊന്ന് ശൗല്. എനിക്ക് ലാഭമായതെല്ലാം ഛേദമെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞ ശൗല്, തനിക്കുണ്ടായിരുന്നത് മുഴുവൻ പോറൗട്ട് ചെയ്ത ബർന്നബാസ്. ഓ, ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചു പറയുന്നു, തങ്ങൾക്കുള്ള സകലതും പോറൗട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവം നിങ്ങളെ നിറച്ച് പോറൗട്ട് ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒഴുക്കി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ശബ്ദമാകട്ടെ, എൻ്റെ ബലമാകട്ടെ, എൻ്റെ ആരോഗ്യമാകട്ടെ, എൻ്റെ ദിവസമാകട്ടെ, എൻ്റെ എഫർട്ട് ആകട്ടെ, എൻ്റെ ടൈം ആകട്ടെ, സകലത എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഞാനിത് ഒഴുക്കി നിൽക്കും എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഭൂമിയുടെ അറ്റം വരെയും സ്തോത്രം നിങ്ങളുടെ ദൈവ മഹത്വത്തെ ദൈവം ഒഴുക്കുവാൻ വേണ്ടി പോകുന്നു. കരങ്ങളെ ചലിപ്പിച്ച് ദൈവജനം ദൈവത്തിന് നന്ദി പറഞ്ഞാടെ, ദൈവത്തെ സ്തുതിച്ചാടെ.